ഹായ് ഓൾ. ഇന്ന് എൻ്റെ കൂടെയുള്ളത് രാജീവ് അലക്സാണ്ടർ. കഴിഞ്ഞ 10 വർഷമായി ഫൈനാൻഷ്യൽ പ്ലാനിംഗ് ജേർണിയിൽ എൻ്റെ കരിയറിലെ തുടക്കകാലം തൊട്ട് എന്നോടൊപ്പം വളരെ വിശ്വാസ്യതയോടെ എന്നോടൊപ്പം നിന്ന ഒരു ക്ലയൻറ്റാണ്. ആ ഒരു വ്യക്തിയിൽ നിന്ന് ഫൈനാൻഷ്യൽ പ്ലാനിംഗ് ജേർണിയിലെ അപ്സ് ആൻഡ് ഡൗൺസും അതുപോലെ തന്നെ അതിൻ്റെ സുഖദുഃഖങ്ങളും എല്ലാം ഫൈനാൻഷ്യൽ പ്ലാനിംഗ് ജേർണിയുടെ ആ ഒരു പ്രോസസ്സ് എങ്ങനെയാണെന്ന് നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. സോ രാജു സാറേ, വെൽക്കം ടു അവർ ഷോ. താങ്ക് യു. സാറിന് ഫൈനാൻഷ്യൽ പ്ലാനിംഗ് എന്ന് പറയുന്ന ആ ഒരു കോൺസെപ്റ്റിനെ സാറിന് നമ്മൾ തമ്മിൽ കണ്ടുമുട്ടുന്നതിന് മുമ്പും അത് കഴിഞ്ഞും എന്തായിട്ടാണ് തോന്നുന്നത്? കണ്ടുമുട്ടുന്നതിന് മുമ്പ് എന്ന് പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് അങ്ങനെ വ്യക്തമായ ഒരു പ്ലാനിംഗ് ഒന്നും ഇല്ലായിരുന്നു. അങ്ങനെ കുറച്ചെന്തെങ്കിലുമൊക്കെ ചെയ്യുമായിരുന്നു. പക്ഷേ ഒരു വ്യക്തമായ പ്ലാനിങ് രാഹുലിനെ കണ്ടതിന് ശേഷമാണ് നമുക്ക് ഒരു ഇന്ന കാര്യങ്ങൾ ചെയ്യണം, ഇന്ന കാര്യങ്ങൾക്ക് ആവശ്യം വരും എന്നുള്ളൊരു കറക്റ്റായിട്ടുള്ള ഒരു വിഷൻ നമുക്ക് കിട്ടുന്നു. സാർ, നമ്മുടെ കമ്മ്യൂണിക്കേഷന് ഏതാണ്ട് നമ്മൾ ആദ്യം സംസാരിച്ചു. അത് ഒരു 2 തൊട്ട് 3 മണിക്കൂറാണ് നമ്മൾ ആദ്യം സംസാരിക്കുന്നത്. അത് കഴിഞ്ഞ് നമ്മളൊരു 5-6 ദിവസം കഴിഞ്ഞിട്ട് പിന്നെയും, ഇതും 10 വർഷം മുമ്പത്തെ കാര്യമാണ് ഞാൻ പറയുന്നത്, നമ്മൾ സംസാരിച്ചത്. പക്ഷേ ഇന്നലെ പോലെയാണ് നമ്മൾ ഓർക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ സംസാരിച്ചു. അത് കഴിഞ്ഞ് 5-6 ദിവസം കഴിഞ്ഞ് പിന്നെയും നമ്മളതിനെക്കുറിച്ച് നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തു. ഈ സമയത്തിലൊക്കെ സാറിനെ എന്താണ് സാറിനെ അങ്ങനെ ഒരു പ്രോസസ്സിലേക്ക് പോകാം എന്ന് സാറിന് തോന്നിച്ചത്? അത് ഒരു ലൈഫിൽ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളാണ്. നമ്മുടെ ഒരു ഫൈനാൻഷ്യൽ പ്ലാനിങ്ങും പ്ലസ് എന്തെങ്കിലും പെട്ടെന്നൊരു എന്താ പറയുക, അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു ഹെൽത്ത് ഇഷ്യൂസൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മളെങ്ങനെ അതിനെ ഫേസ് ചെയ്യും എന്നുള്ള ഒരു കാര്യം നമുക്ക് കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് മനസ്സിലായത് ആ ഒരു സമയത്താണ്. സാറിന് ആ ഒരു സമയത്ത് ഓൾ ഓഫ് എ സഡൻ നമ്മൾ സ്ട്രക്ചേർഡായിട്ട് പ്ലാൻ ചെയ്യുമ്പോൾ ഇത്ര ശതമാനം പൈസകൾ ഇങ്ങനെ നമ്മൾ നീക്കി വെച്ച് മുന്നോട്ട് പോകണമെന്നുള്ള ഒരു തീരുമാനങ്ങളൊക്കെ എടുക്കുമ്പോൾ അങ്ങനെ ആ ഒരു മൊമെൻറ്റിനെ കുറിച്ച് സാറിന് എന്താ തോന്നുന്നത്? ആ ഒരു തീരുമാനം എടുക്കണമല്ലോ അവിടെ. അപ്പോൾ നമ്മളെല്ലാവരും വിചാരിക്കുന്നത് ഇതിൻ്റെ ആവശ്യമില്ല എന്നുള്ള രീതിയിലാണ് വിചാരിക്കുന്നത്. പക്ഷേ അത് നമ്മൾ ചില സമയത്ത് എപ്പോഴാണ് നമുക്കതിൻ്റെ ആവശ്യം വരുന്നത് അറിയത്തില്ല. പിന്നെ നമ്മളൊരു ലൈഫിൽ നമ്മൾ ഒത്തിരി പൈസ വെറുതെ കളയുന്നുണ്ട് അനാവശ്യമായിട്ട്. ചിലപ്പം ഫുഡ് കഴിക്കാനോ അല്ലെങ്കിൽ കറങ്ങാൻ പോകാനോ അല്ലെങ്കിൽ മറ്റുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി ഒത്തിരി പൈസ നമ്മൾ ചിലവാക്കുന്നുണ്ട്. എൻ്റെ കൂട്ടത്തിലൊരു ചെറിയ എമൗണ്ട് നമ്മൾ ഇതിനു വേണ്ടി മാറ്റി വയ്ക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും, നമുക്കൊത്തിരി പ്രയോജനം ചെയ്യും ഫ്യൂച്ചറിൽ. സാറിന് ഈ ഇൻകം പ്രൊട്ടക്ഷന്, ഫണ്ട് അക്യൂമുലേഷൻ പ്രോസസ്സ്, ഇൻഫ്ലേഷൻ, അതുപോലെ തന്നെ കറൻസി സ്ട്രെങ്ത്, ഇതിനെക്കുറിച്ചൊക്കെയുള്ള ക്ലാരിറ്റി എത്രത്തോളം നമ്മുടെ മീറ്റിംഗ് കഴിഞ്ഞപ്പോൾ സാറിനത് കൂടിയിട്ടുണ്ട്? ആഫ്റ്റർ മീറ്റിംഗ് എനിക്ക് നല്ലൊരു ക്ലിയർ പിക്ചർ വന്നിട്ടുണ്ട് ഇതിനെപ്പറ്റി. നമ്മൾ കൂടുതലും അത്രയൊരു ഐഡിയ ഇല്ലായിരുന്നു, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. കാണുന്നതിന് മുമ്പേ, സംസാരിക്കുന്നതിന് മുമ്പ് അത്രയൊരു ഐഡിയ ഇല്ലായിരുന്നു. അത് കഴിഞ്ഞപ്പോഴാണ് നമുക്കൊരു ഇതിൻ്റെ ഒരു പ്ലസ് മൈനസ് നമുക്ക് എന്താണെന്നുള്ളത് മനസ്സിലായത്. സാറേ, നിങ്ങൾ ഈ ഒരു ഫൈനാൻഷ്യൽ പ്ലാനിങ് ചെയ്തപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നത് ഒരു കോൺഫിഡൻസ് ആണോ അതോ ഒരു ആശ്വാസമായിട്ടാണ് തോന്നിയത്? എങ്ങനെയാണ് ഈ ഒരു ഫൈനാൻഷ്യൽ പ്ലാനിങ്ങിൻ്റെ ഡിസിഷൻസ് എടുത്തു കഴിഞ്ഞപ്പോൾ തോന്നിയത്? അതിൻ്റെ ഒരു ഡിസിഷൻ എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ കാര്യങ്ങളൊക്കെ കുറച്ച് മാക്സിമം ചോദിച്ച് മനസ്സിലാക്കിയ ശേഷമാണ് ഞാൻ അതിനകത്ത് ഇൻവോൾവ് ആയത്. പക്ഷേ നമ്മൾ ഇട്ട് കഴിയുമ്പോഴത്തേക്ക് നമുക്കുള്ള ഒരു പൈസ നഷ്ടപ്പെടുന്നില്ല എന്നുള്ള ഒരു തോന്നൽ നമുക്ക് ആദ്യമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ എന്താണേലും ലൈഫിലൊന്നും ഫ്രീ ആയിട്ട് കിട്ടില്ല, കുറച്ച് മുടക്കിയാൽ മാത്രമേ എന്തായാലും നമുക്ക് തിരിച്ച് കിട്ടുള്ളൂ. വെരി ട്രൂ. സാറേ, ഈ സാറിന് ഈ നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതിന് മുമ്പ് നമ്മളൊരു റിസർച്ച് നടത്തുകയും ചെയ്യും. അപ്പോൾ അതിനെ ബേസ് ചെയ്ത് സാറിനോട് ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് ചോദിച്ചിരുന്നു. ഞാനതിനെല്ലാം നമ്മളതിന് വളരെ റിയലിസ്റ്റിക്കായിട്ടും കാര്യങ്ങളെല്ലാം കൺവേ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു സെർച്ചിൽ സാർ ഇന്ന് ഹാൻഡിൽ ചെയ്യുന്ന കമ്പനിയെക്കുറിച്ചുകളെല്ലാം പലതിനെക്കുറിച്ചും പല രീതിയിലെ അഭിപ്രായങ്ങളും കാര്യങ്ങളും കിട്ടുന്നുണ്ട്. ആ ഒരു സമയത്ത് സാറിന് എന്താണ് ആ ഒരു പ്രോസസ്സിൽ തോന്നിയത്? അത് ഉദ്ദേശിക്കുന്നതാണ് സോഷ്യൽ മീഡിയ, ഇതാണോ ഉദ്ദേശിക്കുന്നത്? അതെ, സോഷ്യൽ മീഡിയയിൽ വരുന്ന നല്ലതും മോശമായിട്ടുള്ള ഫേസുകളിൽ പല കാര്യങ്ങളുണ്ടല്ലോ. അത് സോഷ്യൽ മീഡിയ നമ്മൾ സംസാരിച്ച് നോക്കിക്കഴിഞ്ഞാൽ, ഈവൻ നിങ്ങളിപ്പോൾ സിമ്പിളായിട്ട് വെള്ളം കുടിക്കണമെന്ന് ചോദിച്ചാൽ തന്നെ അതിനകത്ത് മോശമായിട്ടും വരുന്നുണ്ട്, സത്യസന്ധമായിട്ടും വരുന്നുണ്ട്. ഇപ്പോൾ വെള്ളം ഒത്തിരി കുടിച്ചു കഴിഞ്ഞാൽ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്, കുറച്ച് കുടിച്ചാലും പ്രശ്നം ഉണ്ടാക്കുന്ന രീതിയിലുള്ള സോഷ്യൽ മീഡിയ പോയി കഴിഞ്ഞാൽ അത് നമുക്ക് 2 ആൻസർ കിട്ടും. അപ്പോൾ അതിനകത്ത് നമുക്കൊരു പ്രത്യേകിച്ചൊരു ക്ലാരിറ്റി കിട്ടത്തില്ല. നമുക്ക് സോഷ്യൽ മീഡിയയിൽ പല അഭിപ്രായങ്ങൾ പറയും. അപ്പം നമ്മൾ തന്നെ അതിൻ്റെ ഒരു എന്താ പറയുക, കൺക്ലൂഡ് ചെയ്തെടുക്കണം എന്താണ് അതിൻ്റെ ഒരു ഔട്ട്പുട്ട് എന്നുള്ളത്.
പക്ഷെ ഒരു സ്പെസിഫിക് ആയിട്ടൊരു ആളുണ്ടെങ്കിൽ നമുക്ക് അവർ ക്ലാരിറ്റി വരുന്നതുകൊണ്ട് നമുക്ക് 10-50 ക്വസ്റ്റ്യൻ ചോദിച്ചാലും നമുക്ക് പ്രശ്നമില്ല. നമുക്കത് കിട്ടുന്നതിനോട് നമുക്കവിടെ ചോദിക്കാം, അല്ലെങ്കിൽ വേറെ ഒരാളോട് ചോദിക്കാൻ പറ്റും. സാർ എന്നോട് റഫ്ലി ഒരെത്ര ചോദ്യം ചോദിച്ചിട്ട് കാണും ഈ 10 വർഷത്തിനിടയിൽ? അപ്പോൾ നമ്മൾ എടുത്ത സമയത്ത് ഞാൻ ഒത്തിരി ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്, മാക്സിമം ക്വസ്റ്റ്യൻസ് ഞാൻ ചോദിച്ചിട്ടുണ്ട്. എന്നാലും സാറിൻ്റെ ഒരു തോന്നൽ വെച്ചിട്ടാണെങ്കിൽ അത് എനിക്ക് തോന്നുന്നു, എനിക്കറിയില്ല, കൗണ്ട് ചെയ്തിട്ടില്ല. പക്ഷേ എന്നാലും മണിക്കൂറുകളോളം സംസാരിച്ചിട്ടുണ്ട് അതിനെപ്പറ്റി പുള്ളി അതിനെപ്പറ്റി നല്ല രീതിയിൽ തന്നെ ആൻസർ പറഞ്ഞിട്ടുമുണ്ട്. ഡൗട്ട് ഉണ്ടെങ്കിൽ പിന്നെ ക്ലിയർ ചെയ്ത് തന്നിട്ടുമുണ്ട്. ഇതെല്ലാം ഞാൻ എൻ്റെ ഒരു തോന്നലുകൾക്കും അപ്പുറം വളരെ കൃത്യതയുള്ള പ്രൂഫും ഫാക്ട്സും എല്ലാം ഞാൻ നിങ്ങളെ കാണിച്ചിട്ടുമുണ്ട്, ശരിയല്ലേ? അപ്പോൾ അതിലെല്ലാം എന്താണ്, അതിനെ ഈ മണിക്കൂറുകൾ സംസാരം വരുന്നത് അത് ഓരോന്നും ക്ലാരിറ്റി ചെയ്യുമ്പം അതിനെ റിലേറ്റ് ചെയ്ത് അടുത്തടുത്ത ചോദ്യങ്ങളിലേക്കാണ് വരുന്നത്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇന്ന് ആരെങ്കിലും ഒരാൾ ഇതൊക്കെ പോകുന്ന വഴി അങ്ങ് ശരിയായിക്കോളും എന്ന് പറഞ്ഞാൽ, ഫൈനാൻഷ്യൽ പ്ലാനിങ് അല്ലേ, അതൊക്കെ നമുക്കിപ്പോൾ എല്ലാം അങ്ങനെയാണ്, അതങ്ങ് ശരിയായില്ലേ എന്ന് പോകുന്ന ഒരു പേഴ്സണാലിറ്റിയാണ്, എന്താണ് അവരോട് പറയാനുള്ളത്? അത് നമ്മൾ വിചാരിക്കുന്ന പോലെ നടക്കില്ല. നമ്മൾ അങ്ങനെ വിചാരിച്ച് പോയാൽ കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്ക് അത് എന്താ പറയുക, നമ്മുടെ ഒരു ഏജ് കഴിഞ്ഞു പോകും. അപ്പോഴത്തേക്ക് പിന്നെ ലേറ്റായി കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ഒരു പ്രയോജനം നമുക്ക് കിട്ടത്തില്ല. നമ്മൾ കൂടുതൽ ഫൈനാൻസ് നമ്മൾ പുഷ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് അതിൻ്റെ ഒരു ബെനിഫിറ്റ് കിട്ടത്തുള്ളൂ. നമ്മൾ എത്ര ഇയർലി ചെയ്യുന്നതാണോ ഏറ്റവും നല്ലത്. സാറിനിത് നമ്മൾ സ്ട്രക്ചേർഡായിട്ട് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞ് നേരത്തെ തുടങ്ങിയിരുന്നതെങ്കിൽ നന്നായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ടോ? തീർച്ചയായും തോന്നിയിട്ടുണ്ട്. നമ്മൾ ഈ ഫൈനാൻഷ്യൽ പ്ലാനിങ്ങിൽ നമ്മൾ ഫൈനാൻഷ്യൽ പ്രൊഫൈൽ നമ്മൾ സെറ്റ് ചെയ്തപ്പോൾ ആ ഒരു പേപ്പറിൽ എല്ലാ കാര്യങ്ങളും വന്നു, അല്ലെ? അതിൻ്റെ എല്ലാ കാര്യങ്ങളും അതിൻ്റെ പോസിബിലിറ്റീസ് വന്നു. അതൊരു 85-90% ആക്യുറസിയിലിട്ട് കാണുമ്പോൾ ഹൗ ഡു യു ഫീൽ? അത് ചോദിച്ചു കഴിഞ്ഞാൽ അത് വളരെയധികം പ്രയോജനം ചെയ്യുന്നൊരു കാര്യമാണ്. കാരണം നമുക്ക് നമ്മുടെ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ നമുക്ക് എത്ര എക്സ്പെൻസ് വരുന്നുണ്ടെന്നും നമുക്ക് ഫ്യൂച്ചറിൽ ഈ ഒരു ഇൻഫ്ലേഷനും കാര്യങ്ങളൊക്കെ വന്നു കഴിയുമ്പോൾ അപ്രോക്സിമേറ്റ്ലി നമുക്ക് എത്ര രൂപ വേണമെന്നുള്ള ഒരു ഐഡിയ നമുക്ക് കിട്ടും. അപ്പോൾ അതനുസരിച്ച് നമുക്ക് പൈസ മാറ്റി വെക്കാനും നമ്മുടെ കുറച്ച് അനാവശ്യമായ ചിലവുകൾ ഒഴിവാക്കാനുമുള്ള ഒരു മെൻ്റലി നമുക്കൊരു എന്താ പറയുക പ്രേരണ ലഭിക്കും നമുക്കതുകൊണ്ട്. സാറേ, അതിൽ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ അവഗണിച്ച എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് ഓപ്പണപ്പായി ആ ഒരു പ്രോസസ്സിലൂടെ മനസ്സിലായോ? അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ എന്താ പറയുക, ലേറ്റായി എന്ന് വേണേൽ പറയാം. പക്ഷേ നമ്മളെപ്പോഴും അപ്രോച്ച് ചെയ്യുമ്പോഴത്തേക്ക് ഒത്തിരി ആൾക്കാരുണ്ട് മാർക്കറ്റിൽ. പക്ഷെ നമ്മൾ ശരിക്കും ജെന്യൂനായിട്ടുള്ള ആൾക്കാരുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക, അവരുമായിട്ട് നമ്മൾ ലിങ്ക് ചെയ്യുന്നതാണ് എപ്പോഴും നമുക്ക് നല്ലത് വരുന്നത്. സാറിന് ഒരു എത്ര ഫൈനാൻഷ്യൽ അഡ്വൈസേഴ്സിനെ സാറ് അപ്രോച്ച് ചെയ്തിട്ടാണ് സാറ് കണ്ടിട്ടുണ്ടാകും, സംസാരിച്ചിട്ടുണ്ടാകും? ഞാനൊരു 3-4-5 പേരുമായിട്ട് ഇടപെട്ടിട്ടുണ്ട്, കുറഞ്ഞത്. അതിനകത്തുനിന്നൊരു എന്താ പറയുക, കറക്റ്റായിട്ട് കിട്ടിയെന്ന് പറയാനായിട്ട് രാഹുലിൻ്റെ മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം നമുക്ക് നഷ്ടങ്ങളാണ് വന്നിരിക്കുന്നത്. അല്ലെങ്കിൽ മിക്കവാറും സംഭവിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വരുന്ന ആൾക്കാർ ഒരു 2 വർഷം 3 വർഷം കഴിയുമ്പോൾ അവരുടെ വേറെ വഴിക്ക് പോകും. അത് കഴിയുമ്പോൾ പിന്നെ നമുക്ക് കോൺടാക്റ്റും ഇല്ല, ഒന്നുമില്ല. പിന്നെ നമ്മൾ സീറോയിലേക്ക് പോകും. പക്ഷേ സാറേ, എനിക്കിതിനകത്ത് സാറിൻ്റെ ആ ഒരു മനസ്സിനെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റും, കാരണം അതുണ്ട്. പക്ഷേ സാറേ, ഇതെല്ലാം മനസ്സിലാക്കി നമ്മൾ പോകുമ്പോൾ സാറേ, ഇതിൽ നമുക്ക് ഇമോഷണലായിട്ടുള്ള നമ്മുടെ ഒരു ആവശ്യങ്ങൾ, അതുപോലെ തന്നെ ആഗ്രഹങ്ങൾ, ഇമോഷണൽ ആഗ്രഹങ്ങൾ, അതുപോലെ തന്നെ അതൊരു റിയലിസ്റ്റിക് നീഡിലേക്ക് നമ്മൾ കറക്റ്റായിട്ട് സ്ട്രക്ചർ ചെയ്ത് പൊസിഷൻ ചെയ്തപ്പോൾ നിങ്ങളെ ഏറ്റവും കൂടുതൽ അത്ഭുതപ്പെടുത്തിയത് എന്താ? എൻ്റെ എക്സ്പീരിയൻസിൽ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അതിൻ്റെ ഒരു ആവശ്യം വന്നു. അപ്പോൾ അതെനിക്ക് ശരിക്കും പ്രയോജനപ്പെട്ടു. അതില്ലായിരുന്നെങ്കിൽ ഞാൻ ഫൈനാൻഷ്യലി വളരെയധികം പ്രശ്നത്തിലേക്ക് പോകുമായിരുന്നു. സാറിന് തോന്നുന്നുണ്ട് ഒരു കോമൺ മാൻ, നമ്മുടെ UAE സാറിനിപ്പോൾ ഒരു 10-20 വർഷത്തിന് മേളിൽ എക്സ്പീരിയൻസ് ഉണ്ട് UAE. ഒരുപാട് ഫ്രണ്ട് സർക്കിൾ, നോൺ പേഴ്സൺ എല്ലാം ഉണ്ട്. ഇവിടെയൊക്കെ കറക്റ്റായിട്ടൊരു ഫൈനാൻഷ്യൽ പ്ലാനിങ് അവർ നടത്താറുണ്ടോ? അവരതിന് റിവ്യൂ ചെയ്യാറുണ്ടോ? അപ്പം എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഇപ്പോഴത്തെ സർക്കിളുള്ള മിക്കവാറും എല്ലാവരും ഒരു പ്ലാനിങ് ചെയ്യുന്ന ആൾക്കാരാണ് പൊതുവേ. പക്ഷെ പഴയ ആൾക്കാരെന്ന് പറഞ്ഞാൽ അങ്ങനെ ചെയ്യുന്നില്ല. കുറേ ആൾക്കാർ ചെയ്യാത്തവരും ഉണ്ട്. ഇപ്പോഴും ആ ഒരു എന്താ പറയുക, മടിച്ച് നിൽക്കുന്ന ആൾക്കാരും ഉണ്ട്.
ഓക്കെ എന്തൊക്കെ ഇവരൊക്കെ കറക്റ്റായിട്ട് റിവ്യൂ ചെയ്യുന്നതും അല്ലെ അതുപോലെയുള്ള കാര്യങ്ങൾ കൃത്യതയോട് കുറേ ആൾക്കാരൊക്കെ കുറേ പിള്ളേരൊക്കെ ചെയ്യുന്നുണ്ട്. ചെയ്യുന്നുണ്ട്. ഇന്നത്തെ തലമുറയിലെ ആൾക്കാർ കുറേ ചെയ്യുന്നുണ്ട്. പിള്ളേർ ചെയ്യുന്നുണ്ട്. ചെയ്യാത്തവർ ഒത്തിരി പേരുണ്ട്. ചെയ്യാത്തവരുണ്ട്. അല്ല സാർ, ഞാൻ പറഞ്ഞത് ആ ചെയ്യുന്ന നമ്മളിപ്പോൾ ഒരു ചെയ്യുന്ന പ്രോസസ്സിൽ നമ്മൾ ഇൻഫ്ലേഷൻ കാൽക്കുലേഷന് അതുപോലെ തന്നെ കറൻസിയുടെ ആ ഒരു പെർസ്പെക്റ്റീവിലൊക്കെ അവരത്ര കാഴ്ചപ്പാടോടുകൂടി അവർ അറിഞ്ഞ് മനസ്സിലാക്കിയാണോ അത് ചെയ്യുന്നത്? സാർ ഇപ്പം പറഞ്ഞ ഒരു എക്സ്പീരിയൻസിലുള്ള 2-3 ആൾക്കാർ ചെയ്യുന്ന പറഞ്ഞാൽ അവർ കറക്റ്റായിട്ട് പല ഇതിൽ നിന്നും ചെക്ക് ചെയ്ത് പല സോഴ്സിൽ നിന്നും അവർ ഇൻഫർമേഷൻ എടുത്ത് അതിനകത്ത് ഏതാണ് ബെറ്റർ ഏതാണ് അതിൻ്റെ പ്ലസ് മൈനസ് മനസ്സിലാക്കി ചെയ്യുന്ന കുറേ ആൾക്കാരെ എനിക്കറിയാം. സാറേ ഇതുപോലെ തന്നെ ഇപ്പം ഇന്നത്തെ കാലത്ത് വരുന്ന പുതിയ തരത്തിലുള്ള ഒരുപാട് ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷനുകളും പല കാര്യങ്ങളും വരാറുണ്ട്. അതിനെയൊക്കെ എങ്ങനെയാണ് സാറെ ഹാൻഡിൽ ചെയ്യുന്നത്? അതിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഇപ്പം എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമുക്ക് ഒന്നും ഫ്രീ ആയിട്ട് കിട്ടില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പം നമ്മളിപ്പം ഏറ്റവും നല്ലത് ഏത് കമ്പനിയിലാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് അവരുടെ ഒരു ട്രാക്ക് റെക്കോർഡും അവരുടെ എത്ര വർഷമായിട്ട് ഇവിടെ നിലവിലുണ്ട് അല്ലെങ്കിൽ അവർ ലീഗലി ഉള്ള കമ്പനിക്കാരാണോ. ഒത്തിരി പേർക്ക് അബദ്ധം പറ്റുന്നുണ്ട്. ഈ പെട്ടെന്ന് പൈസ ഉണ്ടാക്കാൻ വേണ്ടി കൊണ്ടുപോയി ഇട്ടിട്ട് ഒത്തിരിയും പൈസ നഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്. റെഗുലേറ്റഡ് അല്ലാത്ത കമ്പനികൾ ഇടുന്നുണ്ട് ആണെന്ന് പറയും. പക്ഷെ നമ്മൾ അതിൻ്റെ ബാക്ക് എൻഡിൽ നമ്മൾ ഒരു വെരിഫിക്കേഷൻ ചെയ്യുന്ന നല്ലതാണ്. നമ്മളിപ്പം ഏത് കമ്പനിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും അതിൻ്റെ ബാക്ക് എൻഡ് നമ്മൾ ചെക്ക് ചെയ്യുന്ന നല്ലതാണ്. അതിന് ഗവൺമെൻറ്റിൻ്റെ അപ്രൂവൽ ഉള്ളതാണോ അതോറിറ്റി ഉള്ളതാണോ അത് ചെക്ക് ചെയ്യുന്ന ഇപ്പോഴും നല്ലതാണ്. അങ്ങനെയുള്ളടത്തേ പോകാവൂ. സാറേ ഈ ക്ലാരിറ്റിയാണ് പ്രൊട്ടക്ഷൻ എന്ന് സാറിന് ഏത് പോയിന്റിലാണ് തോന്നിയത്? നമുക്ക് നമ്മുടെ പണ്ടത്തെ ഒരു ഫിലിം പറയുന്ന പോലെ വരവറിഞ്ഞ് ചിലവഴിക്കുക എന്നുള്ള ഒരു ഇത് നമുക്കെപ്പോഴും വേണം. നമ്മളിപ്പം മിക്കവാറും ഒരു പല ആൾക്കാരും ചെയ്യുന്ന പറഞ്ഞാൽ വരവ് ഇപ്പോൾ ഉള്ളതുകൊണ്ട് അതനുസരിച്ച് ചിലവാക്കി പോകുന്നുണ്ട്. ഒരു ഫ്യൂച്ചറിൽ ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ നമ്മൾ ബ്ലാങ്കായിട്ട് നിൽക്കത്തേ ഉള്ളൂ. അപ്പോൾ എപ്പോഴും നമ്മളൊരു വരവിൻ്റെ ഒരു ഇത്ര പെർസെൻറ്റേജ് നമ്മൾ സേവിങ് എന്ന രീതിയിലേക്ക് മാറ്റിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്യൂച്ചറിൽ അതനുസരിച്ച് വ്യത്യാസപ്പെടും. പക്ഷേ ഈ ഒരു എന്താ പറഞ്ഞ ഫാസ്റ്റ് മൂവിങ് ആയിട്ട് നടക്കുന്ന ഈ കാലയളവിൽ നമ്മൾ ഉദ്ദേശിക്കാത്ത രീതിയിലാണ് നമുക്ക് തിരിച്ചടികളുണ്ടാകുന്നത്. മിക്കവാറും നമുക്ക് ജോലി നഷ്ടപ്പെടാം അല്ലെങ്കിൽ പല പല കാര്യങ്ങൾ വരാം. അപ്പോഴത്തേക്ക് നമുക്ക് പിടിച്ചു നിൽക്കണമെങ്കിൽ നമ്മുടെ കയ്യിൽ എന്തെങ്കിലും ഒരു എന്താ പറയുക ബാലൻസ് ഉണ്ടെങ്കിലേ നടക്കത്തുള്ളൂ. അല്ലെങ്കിൽ പിന്നെ നമ്മൾ സീറോ ആയിപ്പോവും. സാറേ അതുപോലെ തന്നെ ഈ ബിസിനസ് കൊളാബറേഷൻ ഓപ്പർച്യൂണിറ്റി ആയിട്ട് നമ്മൾ അതായത് പൊതുവേ UAE നല്ല രീതിയിൽ നല്ല പ്രൊഫഷണൽ ബേസിസിലൊക്കെ ഇരിക്കുന്ന ആൾക്കാരെടുത്ത് അവരുടെ നോൺ പേഴ്സൺ ആൾക്കാരും ഒക്കെ ഒരുപാട് ആൾക്കാർ ബിസിനസ് ഓപ്പർച്യൂണിറ്റി ആയിട്ട് വരാറുണ്ട്. അങ്ങനെ ബിസിനസ് ഓപ്പർച്യൂണിറ്റി ആയിട്ട് വരുന്ന ആ ഒരു സാഹചര്യത്തിൽ നമ്മുടെ കയ്യിലിരിക്കുന്ന ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ നമ്മുടെ കയ്യിലിരിക്കുന്ന പൈസ അവിടെ ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് ഇടുന്നതിനെക്കുറിച്ച് താങ്കളുടെ കാഴ്ചപ്പാട് എന്താണ്? ബിസിനസ് മേഖല എന്ന് പറയുന്നത് വളരെ ഒരു എന്താ പറയുക ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. ബിസിനസ്സുമായിട്ട് ഡീൽ ചെയ്യാത്തവരോ അല്ലെങ്കിൽ ബിസിനസ്സിനെ പറ്റി ഐഡിയ ഇല്ലാത്തവരോ ആ ഫീൽഡിൽ പോകാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് നമ്മുടെ കൊച്ചിലെ ബോബനും മോളിയും പറഞ്ഞൊരു മാഗസിനുണ്ട്. അതിനകത്ത് നല്ലൊരു എന്താ പറയുക ഒരു കോട്ടുണ്ട്. അതായത് അപ്പൻ മോനോട് പറയും നീ മരത്തിൻ്റെ മണ്ടയ്ക്കോട്ട് കയറാൻ പറയും. മോനിങ്ങനെ ബിസിനസ് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. അപ്പം പറയുമ്പോൾ നീ മരത്തിൻ്റെ മേളിൽ കയറാൻ പറയും. എന്നിട്ട് പറഞ്ഞ് ചാടിക്കോ ഞാൻ പിടിച്ചോളാം എന്ന് പറയും. പക്ഷേ മോൻ ചാടും അപ്പം പിടിക്കത്തില്ല. അപ്പം പറയുന്ന ഇതാണ് ബിസിനസ് എന്ന് പറഞ്ഞ ഇതാണ് സ്വന്തം അപ്പനെ പോലും വിശ്വസിക്കാൻ പാടില്ല. അതാണൊരു ബേസിക് കൺസെപ്റ്റ്. പക്ഷേ ഞാൻ മനസ്സിലാക്കാൻ ലേറ്റായിപ്പോയി. അത് ഞാൻ ബിസിനസ്സിൽ അത്രയ്ക്കും വിശ്വാസമുള്ള ആൾക്കാരോട് ഇറങ്ങി. പക്ഷേ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ പോയില്ല. അല്ലെങ്കിൽ എന്താ പറഞ്ഞാൽ അവർക്ക് അവരുടെ നിലനിൽപ്പും അവരുടെ ഒരു ഇതിന് വേണ്ടി അവർ ഡൈവേർട്ട് ചെയ്ത് പോയി. അപ്പം നമുക്ക് നഷ്ടം വന്നു. അതിനകത്ത് കുറച്ച് നഷ്ടം വന്നിട്ടുണ്ട്. ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല, സത്യമായിട്ടും നഷ്ടം വന്നിട്ടുണ്ട്. അത് നമ്മളെ ഒത്തിരി എന്താ പറയുക പുറമോട്ട് കൊണ്ടുപോയി. പിന്നെ ബിസിനസ് ഇറങ്ങാൻ ആഗ്രഹമുള്ളവർ അതിനെപ്പറ്റി നല്ല ഐഡിയ വേണം, സ്വന്തമായിട്ട് ചെയ്യാവുന്ന കപ്പാസിറ്റി വേണം. വേറെ ആരുടെയും കഴിവുകൊണ്ട് ബിസിനസ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാമെന്ന് വിചാരിക്കരുത്. നമ്മൾ പൈസ ഇട്ടു അതുകൊണ്ട് നാളെ അവർ ബിസിനസ് ചെയ്ത് നമ്മുടെ കൈകൊണ്ട് തരും എന്നുള്ള രീതിയിലുള്ള ഒരു ചിന്താഗതിയായിട്ട് ആരും ബിസിനസ് പോകരുത്. അതായത് നമ്മളുടെ ഒരു കോർ സ്കിൽ അല്ലെ നമ്മുടെ സ്കില്ലും നമുക്കതിനെക്കുറിച്ച് ക്ലാരിറ്റി പഠിക്കാനുള്ള സമയം ഇതെല്ലാം നമുക്ക് കൃത്യമായിട്ടുണ്ടെങ്കിൽ അതിൽ നമുക്ക് നമ്മളുടെ ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മുടെ ടൈമും
നമ്മുടെ നോളജും അതുപോലെ തന്നെ പൈസയും ഒരുപോലെ ബാധകമാണ്. പൈസ മാത്രം ഇട്ടാൽ അത് വർക്കൗട്ടാവില്ല. നമ്മൾ തന്നെ ചെയ്യാൻ പറ്റും. ഇപ്പം നമ്മളിപ്പോൾ സപ്പോസ് ഒരു പാർട്ണർഷിപ്പ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പാർട്ണർ ഇല്ലെങ്കിലും എനിക്ക് തന്നെ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ മാത്രം ഇറങ്ങുക. അതല്ലാതെ ഇറങ്ങി കഴിഞ്ഞാൽ നമ്മുടെ പൈസ പോകും. സാറേ, അങ്ങനെ ഒരു കൊളാബറേഷനില്ലേ സാറിന് ആ ഒരു പാർട്ട്ണർഷിപ്പിൽ പൈസ മാത്രമേ പോയുള്ളൂ അതോ ബന്ധവും പോയോ? എങ്ങനെയാണ്? ഉറപ്പായിട്ടും പോകും. പൈസയായിട്ട് ആരുമായിട്ടാണ് നമ്മൾ കൂടുന്നത് അവരുമായിട്ടുള്ള ബന്ധം തീർച്ചയായിട്ടും പോകും. മിക്കവാറും ഒരു 90% ബന്ധങ്ങൾ നിലനിൽക്കുന്നത് പൈസയുടെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതും പൈസയുടെ പേരിലാണ്. ഈവൻ ബ്രദേഴ്സ് ആണെങ്കിൽ പോലും ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ വരുന്നത് ക്യാഷിൻ്റെ കാര്യങ്ങൾ വരുമ്പോഴാണ്. സാറേ, ഇപ്പോൾ ഒരു വർഷങ്ങളായിട്ട് നമ്മൾ അക്യൂമുലേറ്റ് ചെയ്തെടുത്ത് ഒരു ഫണ്ട് ബിസിനസ്സിലിട്ടു. ആ ബിസിനസ്സിൽ നിന്ന് ആ ഫണ്ട് ഒരു ലോസായിപ്പോയി. അങ്ങനെ ഒരു സാഹചര്യത്തിൽ അതൊരു സ്ട്രക്ചേർഡ് ഫൈനാൻഷ്യൽ പ്ലാനിങ് ത്രൂ നമ്മൾ ചെയ്തിരുന്നെങ്കിൽ നമ്മൾ ആ ബിസിനസ്സിൽ നിന്ന് നമുക്ക് കിട്ടുന്ന അല്ലെ പ്രതീക്ഷിച്ചിരുന്ന ലാഭം ആണോ, അതിൽ എങ്ങനെയായിരിക്കും അതിൻ്റെ ഒരു റിട്ടേൺ സാറിൻ്റെ ഒരു കാഴ്ചപ്പാടിൽ? അതിപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ബിസിനസ്സിൽ പൈസ ഉണ്ടാക്കാൻ പറ്റും. പക്ഷേ ബിസിനസ് നമുക്ക് അറിയത്തില്ലെങ്കിൽ നമ്മൾ അതുപോലെ നഷ്ടപ്പെടും. അപ്പം അതിനേക്കാൾ നല്ലത് നമുക്ക് സ്ട്രക്ചർഡ് ഫൈനാൻഷ്യൽ പ്ലാനിങ് ആണ് ഏറ്റവും നല്ലത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്തെങ്കിലും മിച്ചമുണ്ട് അല്ലെങ്കിൽ അത്രയ്ക്കും ബിസിനസ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് അല്ലെങ്കിൽ ബിസിനസ് അറിയാം എന്നുണ്ടെങ്കിൽ ഇറങ്ങുന്നതിൽ തെറ്റില്ല. റേറ്റർ സാറേ, അതുപോലെ തന്നെ ഞാൻ കണ്ടുവരുന്ന ഇവിടെ പല പ്രൊഫഷണൽസും ഇവരുടെ കയ്യിൽ ഇവർ ബാങ്കിൽ ഫണ്ട് എടുത്ത് വെച്ച് അതല്ലെങ്കിൽ ബാങ്കിൽ ഒരു ലംസമായിട്ട് പൈസ കിടക്കുന്നതുകൊണ്ട് അവർ സേഫാണ് എന്നൊരു തോന്നലുണ്ട് അവർക്ക് ഒരു കാര്യം. അങ്ങനെയുള്ള ആ ഒരു തോന്നലും ഫൈനാൻഷ്യൽ പ്ലാനിങ്ങിൻ്റെ ആ ഒരു പ്രോസസ്സിലെ സൊല്യൂഷൻസുകൾ, ഇൻകം പ്രൊട്ടക്ഷൻ പോലത്തെയൊക്കെയുള്ള പല പല സൊല്യൂഷൻസുകളും ഒക്കെ ചെയ്യുന്നതാണോ അതോ ആ പൈസ കയ്യിൽ വെക്കുന്നതാണോ അതിൻ്റെ ഒരു ഏറ്റവും നല്ല വശം? കാരണം അത് രണ്ട് രീതിയിലും എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചോദിച്ചത്. അത് രണ്ട് രീതിയിൽ നമുക്ക് തന്നെ ചിന്തിക്കാം. ഫൈനാൻഷ്യലി നമ്മൾ ബാങ്കിൽ പൈസ ഇട്ട് വെക്കുക എന്ന് പറഞ്ഞാൽ നമുക്കൊക്കെ ഓടിപ്പോയി എടുക്കാം. പിന്നെ അതിന് വരുന്ന റിട്ടേൺസ് എന്ന് പറഞ്ഞാൽ വളരെ കുറവായിരിക്കും. വളരെ തുച്ഛമായ പൈസയാണ് നമുക്ക് അതിൻ്റെ ഒരു പ്രോഫിറ്റ് എന്നുള്ള രീതിയിൽ കിട്ടുന്നത്. അത് വെച്ച് നോക്കുമ്പോഴത്തേക്ക് നമ്മൾ ഫൈനാൻഷ്യൽ പ്ലാനിങ് വഴി ചെയ്യുവാണെന്നുണ്ടെങ്കിൽ, നല്ല രീതിയിൽ ചെയ്യുവാണെങ്കിൽ നമുക്ക് ഒത്തിരി അങ്ങനെ ഒത്തിരി അഗ്രസീവായിട്ട് വേണമെന്നുള്ള ചിന്താഗതി ഇല്ലാതെ ഒരു മാന്യമായ രീതിയിൽ നമുക്ക് വേണമെന്നുള്ള രീതിയിൽ നല്ല ഒരു അഡ്വൈസർ കൂടി ചെയ്യുവാണെങ്കിൽ ഏറ്റവും നല്ലത് അത് തന്നെ ആയിരിക്കും. സാറേ, ഇപ്പോൾ നിങ്ങൾ വളരെ കൃത്യമായിട്ടുള്ള ഒരു ഫൈനാൻഷ്യൽ പ്ലാനിങ് അത് ഏജ് ഓഫ് 25 അല്ല, നിങ്ങൾക്ക് ഫസ്റ്റ് ജോലി കിട്ടി ഒരു 2-3 വർഷം കഴിഞ്ഞ് സ്റ്റാർട്ട് ചെയ്തിരുന്നു എങ്കിൽ ഇന്നത്തെ തിരിച്ചറിവോടുകൂടി ചിന്തിക്കുകയാണെങ്കിൽ അതിൻ്റെ എന്താണ് തോന്നുന്നത്? ഫൈനാൻഷ്യൽ പ്ലാനിങ്ങും അതുപോലുള്ള നമ്മുടെ ഹെൽത്ത് സംബന്ധമായ കാര്യങ്ങൾക്കും നമ്മൾ എത്രയും പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നു അത്രയും പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം നമുക്ക് സപ്പോസ് ഇപ്പോൾ ഹെൽത്ത് പരമായിട്ടുള്ള കാര്യങ്ങൾക്കാണെങ്കിൽ നമുക്ക് വളരെ ഏർലി സ്റ്റേജിൽ തുടങ്ങി കഴിഞ്ഞാൽ നമുക്കതിന് വരുന്ന ഇൻവെസ്റ്റ്മെൻറ്റ് വളരെ കുറവാണ്. അപ്പോൾ അത് നമുക്ക് വലിയൊരു പ്രയോജനമാണ്. പിന്നെ ഫൈനാൻഷ്യൽ പ്ലാനിങ് ആണെങ്കിലും നമ്മൾ ഏതെങ്കിലും ഒരുത്തിലേക്കൊരു സ്റ്റാർട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ആ പൈസ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ അറിയാതെ അക്യൂമുലേറ്റ് ആയി നമുക്കൊരു ഫ്യൂച്ചറിൽ നല്ലൊരു ഒരു പേടിയില്ലാതെ നമുക്ക് അത്യാവശ്യം ജീവിച്ചു പോകാം എന്നുള്ള ഒരു കോൺഫിഡൻസ് നമുക്ക് കിട്ടും. ഇപ്പം നമുക്കൊരു 60 എന്നുള്ളത് നമ്മളിപ്പോൾ ഒരു ഏർലി സ്റ്റേജ് ചെയ്യുവാണെങ്കിൽ നമുക്കൊരു ഒരു 40-45 ഏജിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു റിട്ടയർമെൻറ്റ് എന്ന രീതിയിലേക്ക് ചിന്തിക്കാം. അല്ലെങ്കിൽ നമ്മൾ 60-70 വയസ്സിലേക്ക് വരെ വർക്ക് ചെയ്യേണ്ടി വരും. പക്ഷേ അത്രയും നാൾ നമുക്ക് ഇനി വരുന്ന ഒരു ഫ്യൂച്ചറിൽ നമുക്ക് അങ്ങനെ അത്രയും നാൾ വർക്ക് ചെയ്യാൻ പറ്റുന്നൊരു ഗ്യാരണ്ടി ഒന്നും ആർക്കും പറയാൻ പറ്റില്ല. സാറേ, അതുപോലെ തന്നെ ഈ ഫൈനാൻഷ്യൽ പ്ലാനിങ്ങിൻ്റെയൊക്കെ പല ഡിസിഷൻസ് എടുക്കുമ്പോഴും മുന്നോട്ട് നമ്മുടെ ജോലി കാണുമോ, അതല്ലേ പല രീതിയിലുള്ള രാജ്യങ്ങൾ തമ്മിലുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടാകും, അങ്ങനെ ഉണ്ടായാൽ ഇങ്ങനെ പലവിധ കാര്യങ്ങൾ മുന്നിൽ വരും. അപ്പോൾ അങ്ങനെയുള്ള സമയങ്ങളിൽ സാറിൻ്റെ തോട്ട് എന്തായിരുന്നു? എന്താണ് അങ്ങനെ ഇതൊക്കെ സാറിനെ പുറകോട്ട് വലിക്കണം? നമ്മുടെയൊക്കെ ചോദ്യങ്ങളിൽ ഇതെല്ലാം വന്നിട്ടുള്ളതാണ്. അങ്ങനെ എന്താണ് സാറിന് തോന്നിയത്? അന്ന് ആ ഒരു ചോദ്യങ്ങൾ നേരത്തെ ഉണ്ട്, അതുപോലുള്ള സാഹചര്യങ്ങൾ എങ്ങനെയാണ് തോന്നിയത്? നമുക്കൊരു അൺപ്രഡിക്റ്റബിൾ സംഭവമാണ്. നമുക്കിപ്പം ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും എന്ന് നമുക്കറിയില്ല. നമ്മുടെ കയ്യിലിരിക്കുന്ന കാര്യങ്ങളല്ല ഒന്നും. സംഭവിക്കാം, സംഭവിക്കാതിരിക്കാം. പക്ഷെ നമ്മൾ ഒരു നല്ല ഒരു ഫേം ആണെന്നുണ്ടെങ്കിൽ ഒരു 90% സേഫായിരിക്കും. അത് നമുക്ക് നഷ്ടപ്പെടാൻ ചാൻസ് വളരെ കുറവാണ്. പിന്നെ ഒരു പാരൻ്റ് എന്ന നിലയിൽ താങ്കൾ ഈ ഫൈനാൻഷ്യൽ പ്ലാനിങ്ങിൽ എത്രത്തോളം ഹാപ്പിയാണ് നമ്മൾ ചെയ്ത പ്രോസസ്സിൽ?
ഫൈനാൻഷ്യൽ പ്രോസസ്സിൽ ഞാൻ ഹാപ്പിയാണ്. കാരണം നമുക്കിപ്പോൾ ഒരു കോൺഫിഡൻസോടു കൂടി പിള്ളേരുടെ ഒരു എഡ്യൂക്കേഷൻ നമുക്ക് അറ്റ്ലീസ്റ്റ് ബേസിക് എഡ്യൂക്കേഷൻ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാമെന്നുള്ള ഒരു കോൺഫിഡൻസ് ഇപ്പോൾ ഉണ്ട്. ഇപ്പോൾ ഓരോ വർഷം ചെല്ലുമ്പോഴും എഡ്യൂക്കേഷൻ്റെ എക്സ്പെൻസൊക്കെ വളരെയധികം കൂടുന്നുണ്ട്, വ്യത്യാസപ്പെടുന്നുണ്ട്. അപ്പം അതനുസരിച്ച് നമുക്ക് കവർ ചെയ്ത് പോകണമെങ്കിൽ നമുക്ക് നല്ലൊരു പ്ലാനിങ് ഉണ്ടെങ്കിലേ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ ഭയങ്കര പാടായിരിക്കും ഫ്യൂച്ചറിൽ. നമ്മൾ 10 വർഷം മുമ്പ് ഫൈനാൻഷ്യൽ പ്ലാനിങ് ഒക്കെ നടത്തുമ്പോൾ ഈ ഒരു ഹയർ എഡ്യൂക്കേഷൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് പല പല കാര്യങ്ങളിൽ സംസാരം വന്നു. അപ്പോൾ ഒന്ന് ഇൻഫ്ലേഷൻ്റെ പല കാര്യങ്ങളിൽ അന്ന് അത്രയും വേണോ എന്നൊരു ചോദ്യം അന്ന് വന്നിരുന്നു. പക്ഷെ നമ്മളിന്ന് അന്ന് കാൽക്കുലേറ്റ് ചെയ്ത ഫിഗറിനോട് ഏതാണ്ട് 90-95% ആക്യുറസിയോടെ അല്ല ഇന്ന് എത്തിയിരിക്കുന്നത്. അതെ അതെ, അത്രയും വ്യത്യാസമുണ്ട് അതിന്. ഉണ്ട്. ഇതിൽ നിന്ന് സാറേ മനസ്സിലാക്കാം, നമ്മുടെ കയ്യിൽ അഡീഷണൽ പൈസ ഉണ്ടാക്കി വെച്ചാൽ കയ്യിലിരിക്കും. അതല്ല മിച്ചം ഇത്രയും മതിയെങ്കിൽ ഇത് നമുക്ക് ആഡ് ഓൺ ആക്കാൻ പറ്റും, ചെയ്യാൻ പറ്റും. സോ ഇറ്റ്സ് ഈസി ടു ഹാൻഡിൽ ദ സിനാരിയോസ് ആൻഡ് സിറ്റുവേഷൻസ്. സാറിന് ഈ നമ്മുടെ യങ് ഏജിൽ, അതായത് ഒരു 20-30 അല്ലെ 45 വയസ്സ് വരെ ഒരു സ്ട്രക്ചറായിട്ട് ഒരേ ഫ്ലോയിൽ പോവുകയാണ് ചെയ്യുന്നത് ഫാമിലി ലൈഫിൽ, എക്സ്പെൻസുകളൊക്കെ. ഇത് ഇപ്പോൾ ഈ ഫ്രീക്വൻ്റായിട്ട് സാറിന് എസ്പെഷ്യലി ട്വിൻസാണ്, മൂത്ത ട്വിൻസാണ്, അത് കഴിഞ്ഞൊരു മോനുണ്ട്. അപ്പോൾ സാർ ഇവരുടെ ബാക്ക് ടു ബാക്ക് ഹയർ എഡ്യൂക്കേഷൻ്റെ ഒക്കെ നീഡ്സ് വന്നപ്പോൾ അത് നമ്മളിത് ഈ പ്രോസസ്സിൽ നിന്നില്ലായിരുന്നെങ്കിൽ എന്തായിരിക്കും സൊല്യൂഷൻ? കാരണം സ്ട്രക്ചേർഡായിട്ടല്ലേ നമ്മളിത് ചെയ്യുന്നില്ല. അതുപോലെ തന്നെ പല കാര്യങ്ങളിലും ഞാനാണ് ഇനിഷ്യേറ്റീവ് എടുത്തേക്കുന്നത്. സാറേ ഇത് അങ്ങനെയല്ല, ഇതിങ്ങനെ ചെയ്യണം, അല്ല ഇത് വേണം എന്നുള്ളത്. അവിടെ എങ്ങനെയാണ് സാറിന് തോന്നുന്നത്? ഇല്ലായിരുന്നുവെങ്കിൽ എന്തായിരിക്കും ഓൾട്ടർനേറ്റ്സ്? ഇല്ലായിരുന്നുവെങ്കിൽ അത് ഡിപ്പെൻസാണ്. ഇപ്പോൾ നമുക്ക് ജോലി ഉണ്ടെങ്കിൽ അത് ചിലപ്പോൾ കവർ ചെയ്ത് നമുക്ക് പോകാൻ പറ്റും. ഒരു 20 തൊട്ട് അല്ല 25 വയസ്സ് തൊട്ട് ഒരു 40-45 വയസ്സ് വരെ ഒരു കോമൺ മന്ത്ലി ബഡ്ജറ്റിൽ നമുക്ക് ഹാൻഡിൽ ചെയ്യപ്പെടാവുന്ന എക്സ്പെൻസാണ്. കുഞ്ഞുങ്ങളൊക്കെ എസ്പെഷ്യലി സാറിന് ട്വിൻസാണ്, അതുപോലെ ഒരു മോനുമുണ്ട്. ഇവരുടെയൊക്കെ ഈ ഹയർ എഡ്യൂക്കേഷൻ എക്സ്പെൻസുകളൊക്കെ ബാക്ക് ടു ബാക്ക് വന്നു. ആ ഒരു സമയത്ത് സാർ ഫൈനാൻഷ്യൽ പ്ലാനിങ് ചെയ്തിരുന്നില്ലെങ്കിൽ എങ്ങനെയാകുമായിരുന്നു സിറ്റുവേഷൻസ്? ഇപ്പോൾ വരുന്ന എഡ്യൂക്കേഷൻ കോസ്റ്റ് വെച്ച് വരുമ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെ ചിലപ്പോൾ സാലറിയിൽ നിന്ന് കവർ ചെയ്ത് പോകണമെന്നില്ല. അപ്പം നമ്മൾ ലോണിനെ ഡിപ്പെൻഡ് ചെയ്യണം. അപ്പം ഈ ലോൺ നമുക്കൊരു ബാധ്യതയാണ്. നമുക്ക് നമ്മുടെ ജോലി ഉണ്ടെങ്കിലൊക്കെ നമുക്ക് അടച്ചു പോകാം. ഇല്ലയെന്നുണ്ടെങ്കിൽ അത് പിള്ളേരുടെ മുകളിലേക്കൊരു ബർഡനായിട്ട് വരും. പക്ഷെ നമ്മുടെ ഒരു പേരൻ്റ് എന്ന നിലയിൽ നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ് അവരെ പഠിപ്പിച്ച് വിടുക, അവരെ മറ്റ് കടബാധ്യതകളൊന്നും ഇല്ലാതെ അവരെ പഠിപ്പിച്ച് വിടുക എന്നുള്ള നമ്മുടെ ഒരു റെസ്പോൺസിബിലിറ്റിയാണ്. അപ്പം ലോൺ എടുത്ത് പിന്നെ അതിൻ്റെ പലിശ അങ്ങോട്ട് കൊടുത്ത് അതൊക്കെ നമുക്കൊരു ബർഡനാണ്. പക്ഷേ നമ്മൾ പ്ലാനിങ് ഉണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് ഒരു കോൺഫിഡൻസ് കിട്ടും. ഓക്കെ, നമ്മുടെ ഇത്ര പൈസ ഉണ്ട്, നമ്മൾ അടച്ചതിനേക്കാളും ഒരു എമൗണ്ട് നമുക്ക് കൂടുതലുണ്ട്, അതുകൊണ്ട് നമുക്ക് ഇവരെ സുഖമായിട്ട് പഠിപ്പിച്ച് വിടാൻ പറ്റും. അപ്പോൾ സാറേ ഇത് ഫിനാൻഷ്യൽ പ്ലാനിങ് പ്രോസസ്സ് ഉള്ളത് കൊണ്ട് നിങ്ങൾക്ക് ഈ ഇല്ലായ്മയുടെ ആ ഒരു ഡെപ്ത്ത് നേരത്തെ അറിയാവുന്നത് കൊണ്ട് വളരെ സ്മൂത്തായിട്ട് ഹാൻഡിൽ ചെയ്യാൻ സാധിച്ചു, ശരിയല്ലേ? അത് ശരിയാണ് സാറേ. നമ്മളതുപോലെ തന്നെ നമ്മൾ ഫൈനാൻഷ്യൽ പ്ലാനിങ് പ്രോസസ്സ് ചെയ്തപ്പോഴേ ഫാമിലിയിൽ ഇപ്പോൾ സ്പൗസുമായിട്ടാണെങ്കിലും മക്കളുമായിട്ടാണെങ്കിലും അവിടെയൊക്കെ നിങ്ങളുടെ കമ്മ്യൂണിക്കേഷന് അവിടെയൊക്കെ എന്തൊക്കെ മാറ്റങ്ങളുണ്ടായിരുന്നു സാറേ? അവരുടെ കോൺഫിഡൻസ് അല്ലെ അവർക്ക് ഒരു കാഴ്ചപ്പാട്, താങ്കളെടുത്ത നിലപാടുകളിലുണ്ടായിരുന്ന അവരുടെ വിശ്വാസം? അതിപ്പം ഞാനിപ്പോൾ വൈഫിനോട് മാത്രമേ ആലോചിക്കാറുള്ളൂ. പിള്ളേർ ചെറുതാണ്, അപ്പോൾ അവരുമായിട്ട് അത് ഡിസ്കസ് ചെയ്യേണ്ട ആവശ്യമില്ല. അത് കാരണം വൈഫിനോട് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ ഓക്കെയാണ്. അപ്പം അത് നല്ല രീതിയിലാണ് ഇപ്പം നമുക്ക് എൻ്റെ അനുഭവത്തിൽ നിന്ന് നമുക്ക് ഒരു പ്രയോജനമുള്ള രീതിയിലാണ് വന്നിരിക്കുന്നത്. ഓക്കെ സാർ, ഇനിഷ്യൽ മീറ്റിംഗ് നമ്മൾ ആദ്യം തനിയാണ് തുടങ്ങിയത്. പിന്നെ ലേറ്റർ മീറ്റിങ്ങിൽ ഞാൻ ആവശ്യപ്പെട്ട പോലെ തന്നെ സാറും സ്പൗസും ഒന്നിച്ച് നമ്മൾ മീറ്റിംഗ് എടുത്തു. ആ ഒരു സംഭാഷണത്തിനെക്കുറിച്ച് അല്ലെ അങ്ങനെ ഒരു മീറ്റിംഗ് നടത്തിയതിനെക്കുറിച്ച് സാറിന് എന്താണ് തോന്നുന്നത്? അതിനെക്കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളിപ്പം ഒരു തീരുമാനം എടുക്കുമ്പോൾ വീട്ടിലെ തീരുമാനങ്ങൾ എടുക്കുക എന്ന് പറഞ്ഞാൽ സ്പെഷ്യലി രണ്ടുപേരും വർക്ക് ചെയ്യുമ്പോഴത്തേക്ക് രണ്ടുപേർക്കും ഒരു കോൺഫിഡൻസ് വേണം. ഓക്കെ, നമ്മൾ ഈ പൈസ വെറുതെ പോകുന്നില്ല, അല്ലെങ്കിൽ ഇത് ഇന്നത് ചെയ്ത് കഴിഞ്ഞാൽ ഇന്ന ഒരു പ്രയോജനമുണ്ടെന്നുള്ളത് രണ്ടുപേരും മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ്. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ്. അപ്പോൾ അങ്ങനെ ഒരാളായിട്ടൊരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു എന്താ പറയുക പ്രശ്നം പറ്റിക്കഴിഞ്ഞാൽ അത് വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഫാമിലി ഇഷ്യൂ ആവും. പക്ഷേ അതിനേക്കാൾ നല്ലത് രണ്ടുപേരുടെ അറിഞ്ഞ് തീരുമാനം എടുക്കുന്നതാണ്. നല്ലതായിട്ട് തോന്നി സാർ. ഈ ഫൈനാൻഷ്യൽ പ്ലാനിങ്ങിൽ അങ്ങനെ ഒരു പ്രോസസ്സ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ട് പോയി ഒരു ലോങ് ജേണിയാണ്. നമ്മൾ
നമ്മൾ ഏറ്റവും ദുർഘടമായിട്ടുള്ള സാഹചര്യങ്ങളായ കോവിഡ്, അങ്ങനെയുള്ള പല സാഹചര്യങ്ങളിൽ പോയി. അപ്പോൾ ഈ സമയത്തൊക്കെ അങ്ങനൊരു തീരുമാനം എടുത്ത് പോയതുകൊണ്ട് ഈ ഒരു ഇതിനെ ബേസ് ചെയ്ത് കുടുംബത്തിൽ ഒരു സന്തോഷം ഉണ്ടായിരുന്നു, ഈ ഒരു പ്രോസസ്സ് ഇങ്ങനെ ചെയ്ത് പോയത് കൊണ്ടും ഉള്ള ഒരു അത് ചെയ്തുകൊണ്ട് നമുക്ക് എന്താണ് ഒരു കോൺഫിഡൻസ് കിട്ടും. കാരണം നമുക്ക് അത്യാവശ്യം ഒരാവശ്യം വന്നു കഴിഞ്ഞാൽ നമുക്കൊരു എമൗണ്ട് നമ്മുടെ കയ്യിലുണ്ട് എന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ട്. പൈസ നമ്മുടെ കയ്യിൽ ഇരുന്ന് കഴിഞ്ഞാൽ അത് പല രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകും. പക്ഷേ ഒരു കമ്മിറ്റ്മെൻറ്റായിട്ട് നമ്മൾ ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ അത് ചെയ്ത് തുടങ്ങിയാൽ അത് ചെയ്ത് പോവുകയും ചെയ്യണം, ഇടയ്ക്ക് നിർത്തി പോകരുത്. അത് കണ്ടിന്യൂ ചെയ്ത് അവരുടെ ഒരു ടേംസും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ശരിക്കും മനസ്സിലാക്കി അവരുടെ ആ മിനിമം പീരീഡും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ആക്കി പോകണം. ഇടയ്ക്ക് വെച്ച് നിർത്തി പോകുന്നതിനകത്ത് താല്പര്യമില്ല. അപ്പം നിങ്ങളുടെ ഈ ഒരു യാത്രയിൽ, ലൈഫ് ജേണിയിൽ നിങ്ങളുടെ കുട്ടികൾ എന്ത് പഠിക്കണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് ദ മോസ്റ്റ്? കുട്ടികൾ അവരുടെ എന്താ പറയുക, ബേസിക്കലി നല്ല ഒരു എഡ്യൂക്കേഷൻ വേണം അവർക്ക്, ബേസിക് ക്വാളിഫിക്കേഷൻസ് വേണം. പ്ലസ് എന്താ പറയുക, എല്ലാ കാര്യത്തിലും ഫൈനാൻഷ്യൽ കാര്യത്തിലാണേലും ഹെൽത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും അവർ പല കാര്യങ്ങളും അറിഞ്ഞ് അതിനുവേണ്ടി ഓരോ എമൗണ്ട് മാറ്റി വെച്ച് അവർ ശരിക്കും എന്താ പറയുക, ലൈഫെന്ന് പറയുമ്പോഴത്തേക്ക് ഇപ്പം എൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ കൂടുതലും പിള്ളേർ അല്ലെങ്കിൽ നമ്മുടെ ഒരു കുറേ ഇതൊക്കെ മാറ്റി വെച്ചിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. നമ്മുടെ സാഹചര്യം അങ്ങനെയായിരുന്നു. പിള്ളേരെ സംബന്ധിച്ചോളം എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയുന്നത് ഒരു എമൗണ്ടിൽ 100% നിങ്ങൾ ഇത്ര പെർസെൻറ്റേജ് ലൈഫിൻ്റെ ഇതിന് വേണ്ടിയും, ഇത്ര പെർസെൻറ്റേജ് നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റും, ഇത്ര പെർസെൻറ്റേജ് നിങ്ങളുടെ എഡ്യൂക്കേഷനും, ഇത്ര പെർസെൻറ്റ് നിങ്ങളുടെ എൻജോയ്മെൻറ്റിന് വേണ്ടി നിങ്ങൾ മാറ്റി വെക്കണം എന്നുള്ളൊരു രീതിയിലാണ് ഞാൻ അവരെ ഇത് ചെയ്യുന്നത്. പിന്നെ എന്താ പറയുന്നത്, ലൈഫിൽ നല്ല പിള്ളേരായിട്ട് വളരെ നല്ല ആൾക്കാരായിട്ട് ചെയ്യുക, ആരെയും ദ്രോഹിക്കാനും ആരുമായിട്ട് എന്താ പറയുക ഒരു മുഷിഞ്ഞ് സംസാരിക്കുകയോ അല്ലെങ്കിൽ ആരും നമ്മളെ നോക്കി മോശമായിട്ട് പറയില്ല. അല്ലെങ്കിൽ ഇപ്പം നമ്മുടെ നാട്ടിലൊക്കെ പണ്ട്, ഇപ്പോൾ അങ്ങനത്തെ ഒന്നും അറിയില്ല, പക്ഷേ ഇന്ന വീട്ടിലെ ആളാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വിലയുണ്ട്. ആ വില ഞാൻ കീപ്പ് ചെയ്യുന്നുണ്ട്, അത് അവരും കീപ്പ് ചെയ്യണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. നല്ല വാല്യൂസിൽ നല്ല എത്തിക്സിൽ ജീവിച്ചു വരിക എന്നുള്ളത്. സപ്പോസ് ഇപ്പോൾ ഒരു കല്യാണം വരെ വന്നാൽ തന്നെയും ഇന്ന വീട്ടിലെ പയ്യനാന്ന് പറഞ്ഞാൽ പിന്നെ നോക്കണ്ട, അല്ല ഇന്ന വീട്ടിലെ മോളാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കണ്ട എന്നുള്ള ഒരു കൺസെപ്റ്റിലേക്ക് വരണം. അത്രയും ഒരു കോൺഫിഡൻസ് ആൾക്കാർക്ക് ഉണ്ടെങ്കിൽ മാത്രമേ ചെയ്യാൻ പറ്റൂ. സാറേ, ഞാൻ അടുത്തതായി ചോദിക്കുന്നത്, നമ്മൾ ഈ കോവിഡ് പോലത്തെയുള്ള ഡിഫിക്കൽട്ട് സിനാരിയോയിൽ വന്നു, അതായത് ലോകം മുഴുവൻ എന്താ പറയുക സ്റ്റോപ്പായി നിൽക്കുന്ന ഒരു സമയത്ത് നമ്മൾ ഈ ഫിനാൻഷ്യൽ പ്ലാനിങ് പ്രോസസ്സ് മുന്നോട്ട് കൊണ്ടുപോയി. അതിൻ്റെ അപ്പുറത്തോട്ടൊരു ബുദ്ധിമുട്ടുള്ളൊരു സാഹചര്യം പ്രതീക്ഷിക്കുന്നുണ്ടോ ഇനി ലോകത്ത്? എയർപോർട്ടുകളും എല്ലാം സ്റ്റോപ്പ് ചെയ്തൊരു സമയം. അങ്ങനെ ചോദിച്ചാൽ ഇപ്പം നമ്മളായിരിക്കുന്ന കാര്യങ്ങളല്ല, ചിലപ്പോൾ സംഭവിക്കാം, ചിലപ്പോൾ സംഭവിച്ചില്ല എന്നിരിക്കാം. പക്ഷേ ഇപ്പം നമ്മളിപ്പോൾ അങ്ങനെ ചിന്തിക്കാൻ പോയി കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ നമ്മൾ സപ്പോസ് ഇപ്പം നമ്മൾ യാത്ര ചെയ്യുന്നവരാണ്, എന്താ പറയുക ഫ്ലൈറ്റിൽ പോകുന്നവരാണ്. ഇപ്പോൾ ഫ്ലൈറ്റ് അവിടെ ചെല്ലുമല്ലോ, നമുക്ക് ഗ്യാരണ്ടി ഒന്നുമില്ല, എല്ലാവരും വിശ്വാസത്തിൻ്റെ പുറത്തങ്ങ് ഓടിപ്പോവാണ്. അപ്പോൾ അങ്ങനെ ഒത്തിരി നമ്മൾ ജീവിതത്തിൽ ഒത്തിരി അങ്ങോട്ട് ടെൻഷൻ അടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലില്ലാത്ത കാര്യങ്ങളെപ്പറ്റി നമ്മൾ ടെൻഷൻ അടിച്ചിട്ട് അതിനകത്ത് അർത്ഥമൊന്നുമില്ല. ആ ഒരു കോവിഡ് കാലഘട്ടങ്ങളിലൊക്കെ താങ്കൾ ഫിനാൻഷ്യൽ പ്ലാനിങ് വളരെ സീരിയസ് ആയിട്ട് ചെയ്തു പോവുകയും തുടങ്ങി ഒരു പകുതി വഴിക്ക് കറക്റ്റ് ആവുകയും വന്നു. അന്നേരത്തെ മാനസികാവസ്ഥ എന്തായാലും സാറേ? കോവിഡ് സമയത്ത് നമുക്ക് കുറച്ച് ഫൈനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് എല്ലാവർക്കും പറ്റിയിട്ടുണ്ട്. അപ്പോൾ അതനുസരിച്ച് നമുക്കത് ഇടയ്ക്ക് അതൊന്ന് സ്റ്റോപ്പ് ചെയ്യേണ്ടി വന്നു. പിന്നെ നമ്മളത് കണ്ടിന്യൂ ചെയ്തു. അതുകൊണ്ട് അത് കണ്ടിന്യൂ ചെയ്തുകൊണ്ട് നമുക്കത് നല്ല രീതിയിൽ തന്നെ വന്നു. അതായത് പല ആൾക്കാരുടെയും സംശയമാണ്, ഇതൊക്കെ പകുതിക്ക് വെച്ച് നിർത്താൻ പറ്റുമോ, സ്ലോ ഡൗൺ ചെയ്യാൻ പറ്റുമോ? ഇതൊരു ഫിനാൻഷ്യൽ പ്ലാനിങ് എന്ന് പറയുന്ന ഈ ഒരു പ്രോസസ്സ് നമ്മുടെ ഡിസിഷനാണ്, ഇതെങ്ങനെയാണ് കൊണ്ടുപോകേണ്ടത്, എത്ര ദൂരം എങ്ങനെ കൊണ്ടുപോകണം, എത്ര മനോഹരമായിട്ട് കൊണ്ടുപോകണമെന്ന്. അത് ഫിനാൻഷ്യൽ അഡ്വൈസർക്ക് ജസ്റ്റ് അതെന്താ പറയുക വളരെ ക്ലാരിറ്റിയോടുകൂടി നിങ്ങളെ കാണിച്ചു തരിക എന്നുള്ളതാണ്. സാറേ, ഞാൻ അടുത്തത്, സാറിൻ്റെ ജീവിതത്തിൽ എൻ്റെ ഏറ്റവും സാറിന് ബുദ്ധിമുട്ടുള്ള ഒരു സാഹചര്യം സാറിനുണ്ടായി, സാറിൻ്റെ കുടുംബത്തിൽ സാറിൻ്റെ സ്പൗസിന് ആ ഒരു ക്രിട്ടിക്കലായിട്ടുള്ള ഒരു ഇൽനെസ് ഡയഗ്നോസ് ചെയ്ത സമയത്ത് സാറേ ആ ഒരു മൊമെൻറ്റിൽ സാറേ ഇമോഷണലി നമ്മൾ അപ്സെറ്റ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ഫൈനാൻഷ്യലി നമ്മുടെ ഒരു ഫിയർ ഉണ്ടാകുന്നതാണ്. എങ്ങനെയാണ് സാറേ ആ സിറ്റുവേഷൻ സാറേ ഹാൻഡിൽ ചെയ്തത്? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടും കൊണ്ടും വളരെ എന്താ പറയുന്നത് ക്രിട്ടിക്കൽ സിറ്റുവേഷൻ ആയിരുന്നു. ഇമോഷണലി പ്രശ്നങ്ങളുണ്ടായിരുന്നു, ഫൈനാൻഷ്യലി എങ്ങനെ തീരുമെന്നുള്ള പേടിയുണ്ടായിരുന്നു. കാരണം അതിൻ്റെ ഒരു കോസ്റ്റ് വൈസ് നമുക്ക് വന്നതനുസരിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത ഒരു എമൗണ്ടാണ് അവരുടെ ഒരു അപ്രോക്സിമേറ്റ്ലി നമുക്ക് വന്നത്. അപ്പം നമ്മളിങ്ങനെ എനിക്കൊരു ഇതുണ്ടായിരുന്നത് കൊണ്ട്
അത് പിന്നെ നമ്മളതിനെ അപ്രോച്ച് ചെയ്യുകയും അത് വളരെ പെട്ടെന്ന് തന്നെ നമുക്കത് സാങ്ഷനായിട്ട് കിട്ടുകയും ചെയ്തു. അതുകൊണ്ട് നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു, ഓക്കെ നമുക്ക് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ നമുക്കത് റിക്കവർ ചെയ്യാൻ പറ്റും, നമുക്ക് ഫൈനാൻഷ്യലി വേറെ ഇഷ്യൂസ് ഒന്നും വരാതെ നമുക്ക് ഇതിനകത്തുനിന്ന് കയറാൻ പറ്റും എന്നുള്ള ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. സാറേ, ആ ഡിസിഷൻ ഒരു 10 വർഷം മുമ്പ് നമ്മൾ ഡിസൈഡ് ചെയ്തില്ല. സ്വന്തം തന്നെ അറിയാം, നമ്മൾ ഇത്ര മീറ്റിംഗ് കഴിഞ്ഞിട്ടുണ്ട്. കാരണം വേറെ ഒന്നും കൊണ്ടല്ല, അത് കാരണം നിങ്ങളത് പ്രോസസ്സിലോട്ട് പോവുകയാണ്, ഒരു ലോങ് ടൈം ജേർണിയാണ്, ഇങ്ങനെയൊക്കെയുള്ള പല പെർസ്പെക്റ്റീവ്സ് വരുന്നതുകൊണ്ട്. ചെയ്തില്ലായിരുന്നുവെങ്കിൽ വാട്ട് ഈസ് യുവർ ഓൾട്ടർനേറ്റ്? ചെയ്തില്ലായിരുന്നെങ്കിൽ നമ്മൾ പെട്ടുപോയതിനെ അതേ പറയാൻ പറ്റുള്ളൂ. നമുക്ക് വേറെ ഓൾട്ടർനേറ്റീവ് ഓപ്ഷനായിട്ട് നമുക്കിപ്പം ഒന്നും തന്നെ പറയാനില്ല. എന്തൊക്കെ നഷ്ടപ്പെട്ടു പോയേനെ? നമ്മൾ ഇത്രയും വർഷം ചെയ്തത് പോലും നമുക്ക് തികയത്തില്ല. ഇത്രയും 10-20 വർഷം ജോലി ചെയ്ത പൈസ പോലും നമുക്ക് അതുകൊണ്ട് നമുക്ക് എടുക്കാൻ പറ്റില്ല. നമ്മൾ ചിലപ്പോൾ നമ്മുടെ വീടുകൾ, പലർക്കും പറ്റുന്ന അബദ്ധങ്ങളാണ്. അത് നമ്മുടെ വീട് പണയം വെക്കണം, അല്ലെങ്കിൽ വീട് വിൽക്കണം, അല്ലെങ്കിൽ ലോൺ എടുക്കണം, അല്ലെങ്കിൽ ലോൺ കിട്ടാൻ പാടാണ് ആ സമയത്ത്, അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ നമ്മൾ എന്താ പറഞ്ഞാൽ ഫാമിലി സപ്പോർട്ടും അല്ലെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ അവർക്ക് ചെയ്യാൻ പറ്റുന്ന ലിമിറ്റുണ്ട്. അത് കഴിയും പിന്നെ നമ്മളാരെയും എന്താ പറഞ്ഞാൽ കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അന്നേരം അവരെല്ലാവർക്കും അവരുടേതായ പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കും ഇപ്പോൾ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇന്ന ആൾക്കാരൊക്കെ നമുക്ക് ഹെൽപ്പ് ചെയ്യുമെന്നുള്ളൊരു പ്രതീക്ഷ നമുക്കുണ്ട്. പക്ഷേ ആ സമയത്ത് ആരും ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. നമ്മുടെ കയ്യിൽ എന്തുണ്ടോ അതേ ഉള്ളൂ നമുക്ക് എന്താ പറയുക, നമുക്ക് പ്രയോജനമായിട്ട് വരത്തുള്ളൂ. പിന്നെ ആരെങ്കിലും ചെയ്യുവാണെങ്കിൽ നമുക്ക് പ്ലസ് എന്ന് പറയാം, മാത്രമേ ഉള്ളൂ. സാറേ, ഈ ഒരു സമയത്ത് ഞാൻ ഇങ്ങനെ ഒരു ചോദ്യങ്ങൾ സാറിനോട് കൃത്യമായി ചോദിക്കുന്നതെന്ന് പറഞ്ഞാൽ വളരെയധികം ആൾക്കാർ പല തീരുമാനങ്ങളും മാറ്റിവെക്കപ്പെടുന്നുണ്ട്. ഞാൻ ചോദിച്ചത് ഈ ഒരു സാഹചര്യം അതുകൊണ്ട് അവർക്കൊരു വെളിച്ചം അവരുടെ ജീവിതത്തിൽ കിട്ടുന്നെങ്കിൽ ആയിക്കോട്ടെ എന്നുള്ള രീതിയിലാണ്. സാറേ, ഇതിൽ ഈ ഒരു സമയത്താണ് കുഞ്ഞുങ്ങളുടെ ഹയർ എഡ്യൂക്കേഷൻ വന്നത്. നമ്മൾ വളരെ ക്ലാരിറ്റിയോടുകൂടി ഡിസിഷൻ എടുത്തില്ലായിരുന്നെങ്കിൽ, സാറിപ്പോൾ പറഞ്ഞു നമ്മുടെ വീട് കാണില്ല, അല്ലെ വീട് പണയം വെക്കണം, വിൽക്കേണ്ടി വരും, അതല്ല നിലവിലുള്ള ഫൈനാൻഷ്യൽ പോവും. അത് ചെയ്തില്ലായിരുന്നെങ്കിൽ ഇന്ന് കുഞ്ഞുങ്ങളുടെ ഹയർ എഡ്യൂക്കേഷൻ്റെയൊക്കെ പ്രോസസ്സിൽ ഫണ്ട് സാർ പറഞ്ഞ് അക്യുമുലേറ്റ് ചെയ്ത് അത് സേഫ് ആകുമായിരുന്നു? ഒരിക്കലും നമ്മൾ പിന്നെ പിള്ളേരുടെ ഒരു എഡ്യൂക്കേഷൻ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ കൊടുക്കാനോ അല്ലെങ്കിൽ ഒരു നല്ല കോളേജ് വിടാനോ ചിലപ്പോൾ നമുക്ക് സാധിച്ചെന്ന് വരത്തില്ല. അന്നേരം അപ്പം നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് ചെറിയ കോളേജിലേക്കോ അല്ലെങ്കിൽ ഇപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം പഠിക്കുന്ന പിള്ളേരാണെങ്കിൽ അവരെ നമുക്കൊരു ആവറേജ് അല്ലെങ്കിൽ എബോവ് ആവറേജ് സ്കൂളിൽ വിടണോ അല്ലെങ്കിൽ കോളേജ് വിടണോ നമുക്കൊരു ആഗ്രഹമുണ്ട്. അതിലേക്കൊന്നും നമുക്ക് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യത്തിലേക്ക് വരുമെന്ന്. ചിലപ്പോൾ അത് നിർത്തി വെക്കേണ്ട, ചിലപ്പം കണ്ടിന്യൂ ചെയ്യാൻ പോലും പറ്റാത്ത ആൾക്കാരുണ്ട്, നമുക്കറിയാവുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ സാറേ, ഇപ്പോൾ സാർ അന്ന് 10 വർഷം മുമ്പ് പഠിച്ച് മനസ്സിലാക്കിയെടുത്ത ഡിസിഷനിൽ സാറിൻ്റെ ഇമോഷണൽ ഫേസ് എല്ലാ കുടുംബങ്ങളിലും ഉള്ളതുപോലെ ഹാൻഡിൽ ചെയ്യാൻ ഡിഫിക്കൽട്ട് ഉണ്ടെന്നുള്ളത് നമുക്കറിയാം. പക്ഷേ ഫൈനാൻഷ്യൽ ഡിഫിക്കൽട്ടീസ് സാർ വളരെ സ്മൂത്തായിട്ട് ഹാൻഡിൽ ചെയ്യുന്നില്ല ഇപ്പോൾ? തീർച്ചയായും ഫൈനാൻഷ്യലി നമുക്ക് പ്രശ്നം പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ബാക്കിയൊന്നും നമ്മുടെ തലയിൽ നിൽക്കത്തില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വലിയ പ്രശ്നമാണ്. ഫൈനാൻഷ്യലി നമുക്ക് സപ്പോർട്ടില്ലെങ്കിൽ നമുക്ക് ഒത്തിരി പ്രശ്നങ്ങൾ വരും. പിന്നെ സാറിന് ഞാൻ സീരിയസ് ആയിട്ട് ഇങ്ങനൊരു ബുദ്ധിമുട്ടുള്ള സമയത്ത് സാറിന് ഉണ്ടായി, ഒരു ഫാമിലിയിലുണ്ടായി, സാറിനെ ആരൊക്കെ സഹായിച്ചിട്ടുണ്ട്? സാറിനെ സഹായിക്കാൻ മനസ്സ് കാണിച്ച ആൾക്കാർ എത്ര പേരുണ്ട്? ആരും ഫിഗറുകളല്ല ഞാൻ ചോദിക്കുന്നത്, അവരുടെ സഹായം എത്രത്തോളം ഹെൽപ്ഫുള്ളാകുമായിരുന്നു? ആരിൽ നിന്നേലും എങ്ങനെയാണ് അതിൻ്റെ ഒരു ഇപ്പം ഞാൻ ആരുടെയും ഹെൽപ്പ് സ്വീകരിച്ചിട്ടില്ല. നമുക്ക് അതിൻ്റെ ഒരു ആവശ്യം സത്യം പറഞ്ഞാൽ വന്നില്ല. നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു, ഇങ്ങനൊരു ഫൈനാൻഷ്യൽ നമുക്കൊരു സപ്പോർട്ട് ഉള്ളത് കൊണ്ട് നമുക്ക് വേറെ ഒരാളുടെ ഹെൽപ്പ് ചോദിക്കാതെ നമുക്കത് മാനേജ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നി. ആരെങ്കിലും കണ്ടറിഞ്ഞ് മുന്നോട്ട് വന്നിരുന്നോ? അങ്ങനെ വന്ന 1-2 പേരുണ്ട്. ഉണ്ട്. അങ്ങനെയുള്ള 1-2 പേർ, അവരെ കൊണ്ട് നമ്മളുടെ ആ ഒരു നീഡിന് വേണ്ടിയിട്ടുള്ള പൈസ ഫുൾഫിൽ ചെയ്യാൻ പറ്റുമോ അവരുടെ സഹായത്തിൽ? ഇല്ല, അവരെ കൊണ്ട് നമുക്ക് ചെയ്യാനൊന്നും പറ്റില്ല. ഞാൻ ആദ്യം പറഞ്ഞല്ലോ, നമുക്ക് അവർക്ക് ചെയ്യാൻ പറ്റുന്ന ലിമിറ്റുണ്ട്. ഓക്കെ, ഇപ്പം നമ്മളിത് മൊത്തം നമ്മൾ പേ ചെയ്യേണ്ടി വന്നാൽ നമുക്ക് ചെയ്യാൻ പറ്റില്ല, ആർക്കും ചെയ്യാൻ പറ്റില്ല. ആ ഒരു എക്സ്പെൻസാണത്. അപ്പോൾ അവർ വന്നു, അവർ നമ്മളെ ഹെൽപ്പ് ചെയ്യാവുന്ന രീതിയിൽ വന്നു. അപ്പം ഞാൻ പറഞ്ഞു ഓക്കെ, ഞാൻ എന്തിനുണ്ടെങ്കിൽ പറയാമെന്നുള്ള രീതിയിൽ നമ്മൾ നിർത്തിയല്ല. നമ്മളങ്ങനെ ഒരു എന്താ പറയുക, ഹെൽപ്പ് എടുക്കേണ്ട ആവശ്യം വന്നില്ല. അതാണ് കറക്റ്റ്. സാറേ, ഈ ഒരു സമയത്ത് നമ്മുടെ പ്രോസസ്സ്, ഈ ഒരു ക്ലെയിമുകളും അതുപോലെ തന്നെ അതിൻ്റെ ഡോക്യുമെൻറ്റ്സും, ഇതിലേതെങ്കിലും സമയങ്ങളിൽ എവിടെയെങ്കിലും ഒരു ഡിലേ സംഭവിച്ചതായിട്ട് തോന്നിയിട്ടുണ്ടോ?
പ്രോസസ്സ് എങ്ങനെയായിട്ടാണ് തോന്നുന്നത് ആ ഒരു പ്രോസസ്സ് വളരെ ഫാസ്റ്റായിരുന്നു. ഞാൻ ഉദ്ദേശിച്ചതിലും സ്പീഡിൽ കാര്യങ്ങൾ നടന്നു. വിത്തിൻ 1 വീക്കിൽ പ്രോസസ്സ് കംപ്ലീറ്റായി. 1 വീക്കിൽ നമ്മൾ സാർ അതിന് വേണ്ടി ഐഡിയലി ഇൻവെസ്റ്റ് ചെയ്ത ഒരു എമൗണ്ടിനെ തട്ടിച്ച് നോക്കുമ്പോൾ സാറിന് എന്താണ് അതിനോട് പറയാനുള്ളത്? ആ എടുത്ത ഒരു ഡിസിഷനും നമ്മളുടെ ആ ഒരു സാറിൻ്റെ ആ ഒരു കാഴ്ചപ്പാടോടു കൂടെ കണ്ട് ചെയ്ത ആ ഒരു മൈൻഡ് സെറ്റിന് എന്താണ് സാറിന് പറയാനുള്ളത്? അല്ല ഇനി ഇതുപോലെ പല തീരുമാനങ്ങൾ എടുക്കുമ്പോഴും പുറകോട്ടിരിക്കുന്ന മനുഷ്യരോട് എങ്ങനെയാണ് സാറിന് അതിനെക്കുറിച്ച് പറയാനുള്ളത്? ആൾക്കാരോട് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ എന്താണെങ്കിലും നമുക്കൊരു ഹെൽത്ത് പരമായിട്ട് ഒരു എന്താ പറഞ്ഞ പ്ലാനിങ് എപ്പോഴും നല്ലതാണ്. അത് കമ്പൽസറിയാണ്. നമ്മൾ വിചാരിക്കും നമുക്കൊന്നും പറ്റില്ല എന്നുള്ള ഒരു കാഴ്ചപ്പാടാണ് എല്ലാവർക്കും പറ്റുന്നത്. പക്ഷെ നമ്മൾ എടുക്കുന്നതാണ് ഒരു എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു 100% വേണമെന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. പിന്നെ നമ്മളിപ്പം ഇപ്പോൾ ഒരു രീതിയിൽ നമ്മൾ ഒത്തിരി പൈസ നമ്മൾ വേസ്റ്റ് ആക്കുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതാണ്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ എമൗണ്ടാണ് നമുക്ക് ഇതിനകത്ത് പോകുന്നത്. ആ പൈസ നമ്മൾ തിരിച്ച് കിട്ടുമെന്നുള്ള പ്രതീക്ഷയെ ചെയ്യരുത്. അത് നമ്മൾ പോയെന്നുള്ള രീതിയിൽ തന്നെ ചെയ്യുക. ആ ഒരു കോൺഫിഡൻറ്റോടു കൂടി ചെയ്തു കഴിഞ്ഞാൽ നമുക്കത് എന്താണെങ്കിലും പ്രയോജനം വരും. സാറേ, അതുപോലെ ലോങ് ടൈം ഫൈനാൻഷ്യൽ പ്ലാനിങ്ങിൽ എപ്പോഴും ലോങ് ടൈം പ്ലാനുകളാണ് നമ്മൾ സ്വീകരിക്കാറുള്ളത്. ഷോർട്ട് ടൈമിലായിട്ടായിട്ട് നമ്മൾ വളരെ ക്ലിയറായിട്ട് ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഷോർട്ട് ടൈമിലേക്കാണോ നിർത്താനാണോ തുടങ്ങണ്ട. തുടങ്ങിയാൽ അത് നിർത്താനുള്ള മൈൻഡ് സെറ്റിലോട്ട് ചെയ്യുകയും വേണ്ട. പിന്നെ വളരെ സിമ്പിളായിട്ട് ഇങ്ങനൊരു ലോങ് ടൈം ഫൈനാൻഷ്യൽ പ്ലാനിങ്ങിനെ കുറിച്ച് സാറിൻ്റെ കാഴ്ചപ്പാട് എന്താണ്? കാരണം താങ്കൾ എൻ്റെ അടുത്ത് ആദ്യം വരുമ്പോഴേ ചോദിക്കുന്നത് 2 ഇയർ ഉണ്ടോ, 1 ഇയർ ഉണ്ടോ, 3 ഇയർ ഉണ്ടോ എന്നുള്ള രീതിയിലാണ്. സോ നമ്മൾ അവിടെ നിന്നാണ് ആ ജേർണി സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പോൾ 10 വർഷം ഇപ്പോഴും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. പുതിയ കാര്യങ്ങൾ അസോസിയേറ്റ് ചെയ്യുന്നു. ഹൗ ഡു യു ഫീൽ? എന്താണ് ജനങ്ങളോട് പറയാനുള്ളത്? ലോങ് ടൈം പ്ലാന് നല്ലതാണ്. നമ്മൾ ഈ കുറേ ലോങ് ടൈം എടുത്ത് നമ്മളത് എന്താ പറഞ്ഞ പേയ്മെൻറ്റ് കൊടുക്കുമ്പോൾ മാത്രമാണ് അതിൻ്റെ ഒരു ശരിക്കും ഒരു എഫക്റ്റ് നമുക്ക് കിട്ടുന്നത്. ലോങ് ടൈം ഉണ്ടെങ്കിൽ മാത്രമേ അതിന് നമുക്കൊരു എന്താ പറയുക ഉദ്ദേശിക്കുന്ന ഔട്ട്പുട്ട് കിട്ടത്തുള്ളൂ. ഷോർട്ട് ടൈം ആണെങ്കിൽ അതിന് കിട്ടുന്ന ഔട്ട്പുട്ട് വളരെ കുറവായിരിക്കും. പിന്നെ ശരി, അപ്പോൾ അതിലുള്ള പല സൊല്യൂഷനുകളിലും നമ്മൾ പേയ്മെൻറ്റുകൾ കറക്റ്റായിട്ട് പോവുകയാണല്ലോ ചെയ്യുന്നത്. അങ്ങനെ പോകുമ്പോൾ നമ്മുടെ കയ്യിലെ പൈസയാണല്ലോ എന്ന് പോകുന്നതെന്ന് തിരിച്ചറിവോടുകൂടി നമുക്ക് ചെയ്യാൻ പറ്റുന്നത് സാറിൻ്റെ ഏതറിവിനെ സാറ് തിരിച്ചറിഞ്ഞത് കൊണ്ടാണ്? അത് ഞാൻ നേരത്തെ പറഞ്ഞതാണ്, നമ്മൾ ഒത്തിരി പൈസ നമ്മുടെ നിന്ന് പോകുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് ഈ ഒരു കാര്യത്തിന് വേണ്ടി നമ്മൾ ചെയ്യുവാണെങ്കിൽ ഇന്നല്ലെങ്കിൽ നമുക്ക് അറ്റ്ലീസ്റ്റ് നമുക്കൊരു കോൺഫിഡൻസോട് ജീവിക്കാൻ പറ്റും. ഓക്കെ, എനിക്കിങ്ങനൊരു സാധനം ഉള്ളത് കൊണ്ട് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ പെട്ടെന്നുള്ള ഒരു ഇതിനകത്ത് നമുക്ക് അതിനകത്ത് കവർ ചെയ്ത് പൊക്കോളും. അപ്പോൾ ആ ഒരു കോൺഫിഡൻസ് നമുക്ക് എന്തായാലും നമ്മളെ നയിക്കുന്നുണ്ട്. സാറിൻ്റെ ഏറ്റവും കയ്യിൽ നിലവിലുള്ളതിൽ ഏറ്റവും വാല്യൂ ഉള്ള അസറ്റ് ഏതാണ് സാറേ? ഏതായിട്ടാണ് സാറിന് തോന്നിയിട്ടുള്ളത്? ഏറ്റവും വലിയ അസറ്റ് എനിക്കിപ്പോൾ ഉള്ളൊരു കോൺഫിഡൻസ് ആണ്. കാരണം ഹെൽത്ത് പരമായിട്ടാണെങ്കിലും ഫൈനാൻസ് പരമായിട്ടാണെങ്കിലും നമുക്ക് എന്താ പറയുക മുന്നോട്ട് പോകാൻ പറ്റും. സാറേ, സാറിൻ്റെ എന്തൊക്കെ തിരിച്ചറിവുകളാണ് ഈ ഒരു ലോങ് ടൈം ഫൈനാൻഷ്യൽ ജേണിയിൽ ഹെൽപ്ഫുള്ളായിട്ടുള്ളത്? നമുക്ക് എന്താ പറയുക, നമുക്ക് ജോലി ചെയ്യാൻ പറ്റുന്ന ഒരു പീരീഡുണ്ട്. പിന്നെ നമ്മളുണ്ടാക്കുന്ന അസറ്റുകളുണ്ട്, അത് വേറെയുണ്ട്. അപ്പം നമ്മളിപ്പം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആരോഗ്യം ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാം നേടാൻ പറ്റും. ആരോഗ്യമില്ലെങ്കിൽ ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല, അല്ല ഒന്നുകൊണ്ട് പ്രയോജനമില്ല. അപ്പം ആ ഒരു ആരോഗ്യം നമ്മൾ നിലനിർത്തണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ആരോഗ്യം നമ്മൾ ശ്രദ്ധിക്കണം, അല്ലാതെ വേറെ ആരും ശ്രദ്ധിക്കാൻ വരില്ല. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ എന്തെങ്കിലും പ്ലാനിങ് ചെയ്യുന്നത് ലോങ് ടൈമിൽ ചെയ്യുന്നത് നല്ലതാണ്. അപ്പം നമുക്ക് എന്താ പറയുന്നത്, സമ്പത്ത് കാലത്ത് തൈപത്ത് വെച്ചാൽ ആപത്ത് കാലത്ത് കാപത്ത് തിന്നാമെന്നുള്ള ഒരു കൺസെപ്റ്റ് തന്നെ നമുക്ക് ജോലിയുള്ളപ്പം നമുക്ക് അടയ്ക്കാൻ പറ്റും. ആ സമയം കൊണ്ട് അത് അടച്ച് തീരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നീട് അങ്ങോട്ട് അധികം ബുദ്ധിമുട്ടില്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. ട്രൂ. സാറേ, ഒരു പൊന്മുട്ടയിടുന്ന താറാവിന് പൊന്മുട്ടയാണോ താറാവിനെയാണോ നമ്മൾ സംരക്ഷിക്കേണ്ടതെന്നൊരു ചോദ്യം പണ്ട് തൊട്ടേ ഉണ്ട്. അത് ഐഡിയലായിട്ട് വരുന്നത് ഇന്ന് നല്ല രീതിയിൽ പ്രൊഫഷണലായിട്ട് ജോലിയിട്ട് അവസരങ്ങൾ ഉപയോഗിച്ച് വളരെ സമർത്ഥമായിട്ട് ഡിസിപ്ലിൻഡായിട്ട് ജോലി ചെയ്തു പോവുകയും അല്ലാതെ നിൽക്കുന്ന ആൾക്കാർക്ക് ആ ഒരു പ്രൊട്ടക്ഷൻ എപ്പോഴും ബെനഫിഷ്യലാണ്. കാരണം
അവർ ആ ഒരു കാലയളവിൽ അവരുടെ ജോലി ചെയ്യാൻ പറ്റുന്ന കാലയളവിൽ അവർ നല്ല രീതിയിൽ ഫൈനാൻഷ്യലി പ്രൊട്ടക്റ്റഡ് ആയിരിക്കുന്ന സൊല്യൂഷൻ ത്രൂ പ്രൊട്ടക്റ്റഡ് ആയിരിക്കുമ്പോൾ അവർക്ക് ഒരു സൈഡിലൂടെ വളരെ കൃത്യമായിട്ട് ഇൻകം ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇൻകം ക്രിയേറ്റ് ചെയ്ത് അത് പ്രോപ്പറായിട്ട് തിരിച്ചറിഞ്ഞ് ഇൻവെസ്റ്റ് ചെയ്യുകയും അല്ലെ വളരെ കൃത്യമായ കാഴ്ചപ്പാടോടുകൂടി ആ ഫണ്ട് ചെയ്യാൻ പറ്റും. അതൊരു ഒരു ഒരു അസുഖമായിട്ടോ അല്ലെ ഒരു ക്രിട്ടിക്കൽ ഇൽനെസ് ആയിട്ടോ അല്ലെ എന്തെങ്കിലും ഡിസേബിലിറ്റീസ് ആയിട്ടോ എന്തെങ്കിലുമൊക്കെ ആയിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് വഴുതി പോകാൻ നേരം മതി. അപ്പം നമുക്ക് ഈവൻ നമുക്കൊന്നും സംഭവിച്ചില്ല എങ്കിൽ തന്നെ നമുക്ക് വളരെ കൃത്യമായിട്ട് ഇപ്പുറത്ത് വഴി ഒരു സ്ട്രക്ചേർഡായിട്ട് ഒരു ഫൗണ്ടേഷൻ നമ്മൾ സെറ്റ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ ഒരു 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 ഫൈനാൻഷ്യൽ പ്ലാനിങ് പ്രോസസ്സിലെ ഓരോ മനുഷ്യൻ്റെയും കോൺഫിഡൻസുകളാണ്. ഞാൻ അതുകൊണ്ടാണ് ഈ ഒരു കാര്യത്തിൽ ഞാൻ സാറിനോട് ചോദിച്ചത്. സാറേ, ഈ ഷോർട്ട് ടേം ആയിട്ട് ഫൈനാൻഷ്യലി പ്ലാൻ ചെയ്യുന്ന ആൾക്കാരോട് സാറിന് എന്താണ് പറയാനുള്ളത്? അങ്ങനെ ചിന്തിക്കുന്ന ഒരു കാലത്ത് സാറ് ചിന്തിച്ചിരുന്നതാണ് ചോദിച്ചത്. അവിടെ നിന്ന് സാർ ആ ഒരു മൈൻഡ് സെറ്റിൽ നിന്ന് അറിവിലൂടെ സാറ് അറിവ് തിരിച്ചറിഞ്ഞ് ട്രാൻസ്ഫോമായി സാറിപ്പം ഒരു ലോങ് ടൈമിൽ എന്താണ് സാറിന് പറയാനുള്ളത്? ഷോർട്ട് ടൈമിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഷോർട്ട് ടൈമിൽ തന്നെ അതിൻ്റെ ഒരു റിട്ടേൺ കിട്ടും. പക്ഷേ അത് എന്താ പറയുക, ഒരു ഫ്യൂച്ചറിലേക്ക് നമ്മൾ ചിലപ്പോൾ അത് നമുക്ക് പ്രയോജനപ്പെടണമെന്നില്ല. അപ്പം നമുക്ക് ഷോർട്ട് ടൈമിലായിട്ട് നമ്മൾ ഇട്ടു അതിന് കിട്ടുന്ന റിട്ടേൺസ് ചിലപ്പം നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലായിരിക്കത്തില്ല. അത് നമ്മുടെ കൈ വന്നു കഴിഞ്ഞാൽ പിന്നെ അത് പെട്ടെന്ന് തന്നെ പോകാൻ ചാൻസ് ഉണ്ട്. ലോങ് ടൈം ആയി കഴിയുമ്പോഴത്തേക്ക് നമുക്കതൊരു ലോങ് ടൈമിലേക്ക് തന്നെ നമുക്ക് പ്രയോജനപ്പെടും. നമ്മുടെ ഈവൻ ആഫ്റ്റർ നമ്മുടെ റിട്ടയർമെൻറ്റ് പ്ലാനിലേക്കും ഒക്കെ നമുക്കത് പ്രയോജനം ചെയ്യും. ഷോർട്ട് ടൈം എന്ന് പറയുമ്പോഴത്തേക്ക് പല എന്താ പറയുക, പെട്ടെന്ന് പൈസ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചാൽ ചിലപ്പോൾ നടക്കണമെന്നില്ല. അത് ചിലപ്പോൾ നമുക്ക് നഷ്ടത്തിലേക്ക് പോകാൻ ചാൻസ് ഉണ്ട്. സാറേ, നമ്മുടെ ഫൈനാൻഷ്യൽ പ്ലാനിങ്ങിൽ നമ്മൾ ഹൈലി കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ മ്യൂച്വലി ഡിസ്കസ് ചെയ്യാറുണ്ട്, ഷെയർ ചെയ്യാറുണ്ട്. നമ്മുടെ സാറിൻ്റെ വരുമാനത്തെക്കുറിച്ചുണ്ട്, എക്സ്പെൻസുകളെക്കുറിച്ചുണ്ട്, അതുപോലെ തന്നെ നീഡ്സ്, വാണ്ട്സ്, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളെക്കുറിച്ചുണ്ട്. ആ ഒരു ചോദ്യങ്ങളെ സാർ എങ്ങനെയാണ് തുടക്കത്തിലും ഇപ്പോഴും സാറിൻ്റെ ആ ജേണിയിലൊക്കെ അത് നോക്കിക്കാണുന്നത്? പുതിയതായി വരുന്ന ആൾക്കാരോട് എന്താണ് സാർ അതിനെക്കുറിച്ച് സാറിന് പറയാനുള്ളത്? അതിനെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും നമ്മൾ ഓപ്പണായിട്ടിരിക്കുന്നത് നല്ലതാണ്. നമുക്കൊരു എക്സാക്റ്റ് നമുക്കൊരു ഐഡിയ കിട്ടും നമ്മൾ ഏത് സ്റ്റേജിലാണ് നിൽക്കുന്നത്. നമുക്ക് ഇപ്പം നമ്മുടെ ഉള്ളത് ഉണ്ടെങ്കിൽ അറിഞ്ഞെങ്കിൽ മാത്രമേ അതനുസരിച്ചിട്ടുള്ള ഒരു പ്ലാനിങ് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം നമ്മുടെ പ്ലസ് ഉള്ളതും, അതായത് നമുക്ക് അസറ്റും ഉള്ളതും നമ്മുടെ ലയബിലിറ്റീസും നമ്മളത് തുറന്ന് നമ്മളത് കാണിക്കുമ്പോഴത്തേക്ക് അവർക്കതനുസരിച്ച് അഡ്വൈസ് ചെയ്യാൻ പറ്റും. സാറിന് തുടക്കത്തിൽ എൻ്റെ അടുത്ത് ഓപ്പണായിട്ട് ചെയ്യാൻ പറ്റിയിരുന്നോ? ഞാൻ നമ്മുടെ കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതിനകത്ത് നമ്മൾ അങ്ങനെ എന്താ പറഞ്ഞ ഒരു വേണ്ടാത്ത രീതിയിലൊന്നും ചിന്തിച്ചിട്ടുമില്ല. അങ്ങനെ ഒരു എന്താ പറയുക, നമ്മളിപ്പം ഒരാളോട് പറഞ്ഞുകൊണ്ട് മീൻസ് അങ്ങനെയല്ല, ഒരു ഫൈനാൻഷ്യൽ അഡ്വൈസർ പറഞ്ഞുകൊണ്ട് നമുക്കത് അങ്ങനെ ഒരു ബൗൺസ് ബാക്ക് ചെയ്യുമെന്നോ അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകുമെന്നോ നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല. അത് 90% ഒരു കോൺഫിഡൻഷ്യലി അവർ സൂക്ഷിക്കുമെന്നുള്ളതാണ് നമ്മുടെ ഒരു വിശ്വാസം. സാറേ, നമ്മുടെ ഒരു കഴിഞ്ഞ 10 വർഷത്തെ ജേർണിയിൽ നമ്മൾ പല റിവ്യൂ മീറ്റിങ്സുകൾ പല സാഹചര്യങ്ങളിലൂടെ ഉണ്ട്. സാറിന് എന്താണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്? നമ്മളുള്ള ജേർണി നമ്മളെപ്പോഴും ഒരു എത്ര പറയുന്ന ഒരു അറ്റ്ലീസ്റ്റ് ഒരു 6 മന്ത്സിലൊരു റിവ്യൂ എപ്പോഴും നല്ലതാണ്. അത് നമ്മൾ ചെയ്തിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് നമ്മുടെ പൈസയാണ് ഇപ്പം എന്താ പറഞ്ഞ അഡ്വൈസറെ മാത്രം ഡിപ്പെൻഡ് ചെയ്യാതെ എന്ത് നമ്മുടെ ഫണ്ടിനകത്ത് എന്ത് സംഭവിക്കുന്നു, അല്ല നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റിനകത്ത് എന്ത് സംഭവിക്കുന്നു നമ്മൾ അറിഞ്ഞിരിക്കണം. ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു ഇപ്പോൾ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഒരു ഡൗൺ ആണെങ്കിൽ നമുക്കൊരു അഭിപ്രായം ചോദിക്കാനും എന്തെങ്കിലും മാറ്റം വരുത്തണമെന്ന് ചോദിക്കാനും നമുക്ക് അതിനുള്ള റൈറ്റ്സ് ഉണ്ട്. നമ്മളത് ചോദിക്കുകയും ചെയ്യണം. നമ്മളെപ്പോഴും മോണിറ്ററിങ് എപ്പോഴും നമുക്ക് അത്യാവശ്യമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ്. അത് ചെയ്തിരിക്കണം. എങ്കിലേ നമുക്ക് അതിനകത്തുള്ള ഒരു ഗ്രോത്തോ അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാകത്തുള്ളൂ എന്താണ് സംഭവിക്കുന്നത് നമ്മുടെ അക്കൗണ്ടിൽ. സാറേ, ഇനിയുള്ള സാറിൻ്റെ ജീവിതത്തിൽ ഇനിയും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മുന്നോട്ട് ചെയ്തു തീർക്കാനുണ്ട്. സാറ് ലോങ് ടൈമിലേക്ക് സാറ് പല കാര്യങ്ങളും പ്ലാൻ ചെയ്യുന്നുണ്ട്. സാറേ, ഒരുപാട് നമ്മുടെ വരുന്ന ചോദ്യങ്ങൾ, നമ്മുടെ ആശങ്കകൾ നമ്മൾ ചോദിക്കുകയും പറയുകയും ചെയ്യുമ്പോൾ പുതിയതായി ഫൈനാൻഷ്യൽ പ്ലാനിങ്ങിലേക്ക് കടന്നു വരുന്ന ആൾക്കാർ പലരും
ഇവർക്ക് ഇൻകമോ അല്ലെങ്കിൽ ഇവരുടെ ചില ആൾക്കാർ ലയബിലിറ്റിയിലാണെങ്കിൽ അതൊക്കെ ഇവർക്ക് ഹൈഡ് ചെയ്ത് വെക്കുന്ന ഒരു പ്രവണത. അത് വേറെ ഒന്നും കൊണ്ടല്ല, ചിലപ്പോൾ അവരുടെ എന്താ പറയുക, തെറ്റിദ്ധരിക്കപ്പെട്ടു പോകുമോ, അല്ലെങ്കിൽ അവരുടെ ഒരു അഭിമാനബോധത്തിൽ ഉൾക്കൊള്ളുന്നതാണ്. അങ്ങനെയുള്ള ആ ഒരു ആൾക്കാരോട് എന്താണ് സാറിന് പറയാനുള്ളത്? ഇപ്പം നമ്മൾ ഹൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അഡ്വൈസ് ചെയ്യുന്ന ആൾക്കാർക്ക് അതിന് കറക്റ്റായിട്ടൊരു അഡ്വൈസ് തരാൻ പറ്റില്ല. അപ്പം നിങ്ങൾക്ക് ലയബിലിറ്റി ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നിങ്ങൾക്ക് കിട്ടുന്ന വരുമാനം വെച്ചിട്ട് അവരൊരു കാൽക്കുലേഷൻ നടത്തും, അല്ലെങ്കിൽ അവർ നമ്മളെ അഡ്വൈസ് ചെയ്യും ഇന്ന രീതിയിൽ ചെയ്യണം. പക്ഷേ അത് നമുക്ക് അത് കംപ്ലീറ്റ് ചെയ്ത് ചെയ്യാൻ പറ്റത്തില്ല, നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല, നമ്മൾ സ്റ്റക്കായി പോകും. അങ്ങനെ ഒരെണ്ണം തുടങ്ങിയിട്ട് നമ്മൾ പകുതിക്ക് വഴിക്കിട്ടിട്ട് പോയി കഴിഞ്ഞാൽ നമുക്കത് പ്രയോജനം ചെയ്തിട്ട് നമ്മളുള്ള പൈസയും കൂടെ പോവുകയും ചെയ്യും. അതിനേക്കാൾ നല്ലത് തുടങ്ങാതിരിക്കുന്നതാണ്. നമ്മൾ ശരിക്കും നമ്മളൊരു കാര്യം ചെയ്യുമ്പോഴത്തേക്ക് എൻ്റെ അഭിപ്രായത്തിൽ നമുക്ക് കറക്റ്റായിട്ടുള്ളൊരു ധാരണ വേണം. എനിക്ക് ഇത്ര രൂപ അടയ്ക്കാൻ പറ്റും, അല്ലെങ്കിൽ ഇത്ര വർഷം അടയ്ക്കാൻ പറ്റും. അത് അടച്ചു കഴിഞ്ഞാൽ നമുക്ക് മാന്യമായ രീതിയിലുള്ള ഒരു റിട്ടേൺ നമുക്ക് കിട്ടും എന്നുള്ളൊരു കോൺഫിഡൻസ് നമുക്ക് വേണം. അത് ചിലപ്പോൾ അഡ്വൈസർ ചിലപ്പോൾ 10 പറഞ്ഞാൽ നമ്മളൊരു 5 ഇട്ട് നമ്മൾ ആ പ്രതീക്ഷയിൽ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് ലഭിക്കുക തന്നെ ചെയ്യും. സാറേ, എപ്പോഴും നമ്മൾ അതുപോലെ നമ്മളെ ഈ കറൻസിയുടെ സ്ട്രെങ്ത് സാറിന് തിരിച്ചറിഞ്ഞപ്പോൾ, അത് മനസ്സിലാക്കി പ്ലാൻ ചെയ്തപ്പോൾ സാറിന് അതിൻ്റെ ആ ഒരു തോട്ട് പ്രോസസ്സിൽ ഇത് എത്ര നാളാണ്, ഇതിങ്ങനെ സംഭവിക്കുമോ, ഇങ്ങനെയാണോ എന്നുള്ളത് അത് വളരെ ക്ലാരിറ്റിയോടുകൂടി മനസ്സിലാക്കിയപ്പോൾ സാറിന് എന്താണ് സാറിൻ്റെ മനസ്സിൽ തോന്നിയ ആ ഒരു മൊമെൻറ്റ്? എന്തായിരുന്നു ആശയം? അതായത് FDയിൽ സാറിന് പല ആൾക്കാർ FDയിലാണ് FD ഇടുകയോ, അതല്ലെങ്കിൽ വെറുതെ ലാൻഡ് മേടിക്കുകയോ, അതല്ലെങ്കിൽ ഗോൾഡുകളിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുകയോ, അല്ലെ വേറെ പല രീതിയിലേക്ക് പോയപ്പോൾ താങ്കളത് കൃത്യമായിട്ട് നല്ല ലിക്വിഡിറ്റി ഉള്ള രീതിയിൽ സേഫായിട്ട് ഹാൻഡിൽ ചെയ്തപ്പോൾ, അല്ലെ അങ്ങനെ ഒരു തോട്ട് പ്രോസസ്, ഹൗ ഡു യു ഫീൽ? എന്താണ് തോന്നിയത് ആ ഒരു അറിവിനെ? ആ ഒരു അറിവിൽ എങ്ങനെയാണ് വിശ്വാസം തോന്നിയത്? ഇപ്പം നമ്മളെവിടെയാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്, ആ ഒരു കമ്പനിയുടെ ഡീറ്റെയിൽസ് നമ്മൾ അറിഞ്ഞിരിക്കണം. എന്താണ് ചെയ്യുന്നത്, ഇവരെന്താണ് ചെയ്യാൻ പോകുന്നത്, എവിടെയാണ് ചെയ്യുന്നത്, എന്താണ് അതിൻ്റെ പ്ലസ് മൈനസ് നമ്മളത് അറിഞ്ഞിരിക്കുക. അതിനകത്തുള്ള റിസ്ക് എത്ര നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക. നമ്മൾ തന്നെ അവരോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കുക. ഇപ്പോൾ അവർ 10% നമ്മളൊരു 15% റിസ്ക് ഇട്ട് കണക്കാക്കി നമ്മളതനുസരിച്ച് മുന്നോട്ട് പോവുക. സാറേ, നമ്മുടെ കറൻസിയും സ്ട്രോങ്ങർ കറൻസിയും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ ഇന്നലകളും ഇന്നും നാളെയുമായിട്ട് ഉള്ള വ്യത്യാസങ്ങൾ മനസ്സിലാക്കിയപ്പോൾ അതിലെ അവസരം എങ്ങനെയാണ് സാർ കണ്ടെത്തിയത്? സ്ട്രോങ്ങർ കറൻസിയിൽ നമുക്ക് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് എപ്പോഴും. അപ്പോൾ അതിൻ്റെ ഡിഫറൻസ് വരുന്നതനുസരിച്ച് നമുക്ക് അതിൻ്റെ ഒരു പ്രയോജനം കിട്ടും. ഈവൻ നമുക്ക് ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ഒരു പ്രോഫിറ്റ് നമുക്ക് നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് കിട്ടിയില്ലെങ്കിലും ആ കറൻസിയുടെ ഡിഫറൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കത് കുറച്ച് മാനേജ് ചെയ്ത് പോകാൻ പറ്റും, മേക്കപ്പ് ചെയ്ത് പോകാൻ പറ്റും. ഇൻഫ്ലേഷൻസും കാര്യങ്ങളും എല്ലാം മേക്കപ്പ് ചെയ്ത് പോകാൻ പറ്റും. സാറേ, നമ്മൾ കണക്ക് കൂട്ടുന്ന നമ്മുടെ ഫൈനാൻഷ്യൽ പ്ലാനിങ്ങിൻ്റെ പ്രോസസ്സിൻ്റെ സമയത്ത് ഇൻഫ്ലേഷൻ്റെ ഇമ്പാക്റ്റ് ഇത്രത്തോളം ഉണ്ടെന്ന് അതിനു മുമ്പ് തിരിച്ചറിഞ്ഞിട്ടുണ്ടായിരുന്നു? ഇല്ല, അതിനു മുമ്പ് അത്രയും ഒരു ഇമ്പാക്റ്റ് ഉണ്ടാകും നമുക്ക് ധാരണയില്ലായിരുന്നു. ഇമ്പാക്റ്റ് ഉണ്ടാകുമെന്ന് പറയായിരുന്നു, പക്ഷേ അത്ര തന്നെ ഒരു ആവറേജ് നമുക്ക് എന്താ പറയുക, അതിൻ്റെ ഒരു കറക്റ്റായിട്ടുള്ള ഒരു ഇൻഫർമേഷൻ നമുക്ക് അന്നേരമാണ് കിട്ടുന്നത്. സാറേ, അങ്ങനെ അറിയാതെ, അങ്ങനെയൊന്നും പ്ലാൻ ചെയ്യാതെ ഫൈനാൻഷ്യൽ പ്ലാനിങ് പേഴ്സണലിയും തനിയെയും നടത്തുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവർ എത്ര വലിയ ത്രെട്ടാണ് അവർ ഫേസ് ചെയ്യാൻ പോകുന്നത്, അല്ലേ? സാറിന് എന്താണ് അങ്ങനെയുള്ള ആൾക്കാരോട് പറയാനുള്ളത്? ആ ഒരു ഇൻഫ്ലേഷൻ എന്ന് പറയുന്ന ഒരൊറ്റ ഇതിൽ മാത്രം സാറ് തന്നെ പറഞ്ഞു ഇത്രയുമോ, പക്ഷേ എല്ലാ അതും വളരെ കൃത്യതയുള്ള പ്രോപ്പർ പ്രൂഫ് ആൻഡ് ട്രാക്ക് റെക്കോർഡോടുകൂടിയാണ് നമ്മളത് ചെയ്തതും നടത്തിയതുമല്ല. എന്താണ് സാറിന് അതിനെക്കുറിച്ച് പറയാനുള്ളത്? അതിപ്പം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് കറൻസിയുടെ ഒരു വലിയ ഘടകം തന്നെയാണത്. അപ്പം നമ്മൾ സപ്പോസ് ഇപ്പോൾ ഇവിടെ ഡോളർ ഇൻവെസ്റ്റ് ചെയ്യുന്നതും ഇന്ത്യൻ കറൻസി ഇൻവെസ്റ്റ് ചെയ്യുന്നതും തമ്മിൽ നല്ലൊരു ഡിഫറൻസ് ഉണ്ട്. ഡോളർ ഇൻവെസ്റ്റ് ചെയ്ത് നമുക്ക് കിട്ടുന്ന റിട്ടേൺസ് കുറവാണെങ്കിലും ഈ ഒരു കറൻസി ഡിഫറൻസ് വരുമ്പോഴത്തേക്ക് അത് മേക്കപ്പ് ചെയ്ത് പോകും. അല്ലെങ്കിൽ നമുക്ക് ഒരു കോൺഫിഡൻസ് വേണം, അല്ലെങ്കിൽ ഉറപ്പ് വേണം, നമുക്ക് ഇന്ത്യൻ റുപ്പീസ് ഇത്ര ഇട്ട് കഴിഞ്ഞാൽ ഇതിനെ കവർ ചെയ്യുന്ന രീതിയിൽ നമുക്ക് അവിടെ റിട്ടേൺസ് കിട്ടുമെന്നുള്ള ഒരു കോൺഫിഡൻസ് ഉള്ളവരാണെന്നുണ്ടെങ്കിൽ, ഉറപ്പുള്ളവരാണെങ്കിൽ തെറ്റ് പറയാനും പറ്റില്ല അതിനകത്ത്. അല്ല, അത് കിട്ടുന്ന ഉറപ്പുള്ളതാണ്. ഇപ്പോൾ ഈ പറഞ്ഞേക്കുന്നത് പോലെ സാറിന് അങ്ങനെ ഒരു സാധ്യത സാറ് മുന്നിൽ കാണുന്നുണ്ടോ? അവിടെ നമുക്ക് ചെയ്യാനുള്ള സാധ്യത കുറവാണ്. നോർമലി ഒരു നോർമൽ ആൾക്കാരെന്ന രീതിയിൽ
കുറവാണ്. പിന്നെ എനിക്കറിയില്ല, അതിനെപ്പറ്റി അറിയാവുന്ന ഫൈനാൻഷ്യലി അറിവുള്ള ടീമുകൾക്ക് ചിലപ്പോൾ ചെയ്യാൻ പറ്റുമായിരിക്കും, എനിക്കറിയില്ല അതിനെ. അല്ല, ഞാൻ ചോദിച്ചത് നമ്മുടെ സാധ്യതകൾ ഇപ്പോൾ ഉണ്ട്, പല 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 അവസരങ്ങളായിട്ട് താങ്കളുടെ മുന്നിൽ എത്താറുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്, അങ്ങനെ കണ്ടിട്ടുണ്ടോ, അങ്ങനെ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടോ? അതല്ല, ചില ആൾക്കാർ ബ്ലൈൻഡായിട്ട് റിയൽ എസ്റ്റേറ്റിൽ ചെയ്യാറുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് ഭൂമിക്ക് നമ്മുടെ ലൈഫ് സ്റ്റൈൽ തന്നെ ഡബിൾ ആകാറുണ്ടോ, അല്ലെ നമുക്ക് കിട്ടിയേക്കുന്ന ബെനിഫിറ്റ്സ് പോലെ? ഇപ്പോൾ നമ്മളിപ്പം എന്താ പറയുക, ഓരോ സമയത്ത് ഓരോ ചേഞ്ചസ് വരുന്നുണ്ട്. ഇപ്പോൾ ചില സമയത്ത് റിയൽ എസ്റ്റേറ്റ് കൂടാറുണ്ട്, ചില സമയത്ത് അല്ലാതെ കൂടാറുണ്ട്. ഇപ്പം റിയൽ എസ്റ്റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പരിധി കൂടുതലായി കഴിഞ്ഞാൽ പിന്നെ നമുക്കൊണ്ട് റിട്ടേൺ ഒന്നുമില്ല. നമുക്ക് എന്താ പറയുക, ഒരു ലയബിലിറ്റിയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അതിൻ്റെ ടാക്സ് അടയ്ക്കണം, അതിൻ്റെ ഇത് അടയ്ക്കണം, അങ്ങനെ പല കാര്യങ്ങൾ വരും. പക്ഷെ നമുക്ക് അതിനകത്തുനിന്ന് ഒരു റിട്ടേൺ വരുന്നുമില്ല. വരുന്നവരാണെങ്കിൽ ഓക്കെ, അത് മേക്കപ്പ് ചെയ്തു പോകും. പക്ഷെ അല്ലാത്തവരാണെങ്കിൽ, ചുമ്മാ ലാൻഡ് മേടിച്ചിട്ടിരിക്കുന്നവരാണെങ്കിൽ അതുകൊണ്ട് പ്രത്യേകിച്ച് റിട്ടേൺ ഒന്നും കിട്ടത്തുമില്ല. പഴയ ഒരു രീതിയിലുള്ള അപ്രിസിയേഷനും കിട്ടുന്നുമില്ല. പിന്നെ അതൊരു ഡെഡ് മണിയായിട്ട് കിടക്കത്തേ ഉള്ളൂ. പിന്നെ നമ്മളിപ്പോൾ ഒരു സിറ്റുവേഷനിൽ നമ്മളൊന്ന് പ്രോപ്പർട്ടി വിൽക്കണമെന്ന് നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പം നടക്കണമെന്നുമില്ല. അല്ല സാറേ, ഇപ്പോൾ അതുപോലെ തന്നെ സാറേ, നമുക്കൊരു ബുദ്ധിമുട്ടുള്ളൊരു സാഹചര്യം വന്നു, ഇപ്പം ഒരു ഹെൽത്ത് ഇഷ്യൂസ് വന്നതോ അല്ലെ ഇങ്ങനെ സമയത്ത്, ആ ഒരു സമയത്ത് നമുക്ക് ഒരു ഫൈനാൻഷ്യൽ അർജൻസി വരുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന വിലയ്ക്ക് നമ്മുടെ സ്ഥലങ്ങൾ വിറ്റുപോവുകയോ അങ്ങനെയുള്ള സംഭവങ്ങൾ എന്താണെന്ന് സാറിന് തോന്നുന്നത്? അല്ല, അതൊരിക്കലും നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ല. ആ ഒരു രീതിയിൽ നമ്മൾ പലർക്കും പറ്റുന്ന ഒരു പ്രശ്നമാണത്. കാരണം എമർജൻസി വരുമ്പോഴത്തേക്ക് കിട്ടുന്ന വിലയ്ക്ക് കൊടുത്ത്, കാരണം ചെയ്തേ പറ്റത്തുള്ളൂ, വേറെ ഓപ്ഷനില്ല. അങ്ങനെ കൊടുത്തു പോകുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. അത് നമുക്കൊരിക്കലും ഒരു എന്താ പറയുക, പെട്ടെന്ന് നമുക്ക് ക്യാഷ് ആക്കാൻ പറ്റുന്ന ഒരു അസറ്റായിട്ട് കൂട്ടാൻ പറ്റത്തില്ല. സാറേ, ഇപ്പോൾ അതുപോലെ ഈ നമ്മുടെ ഫൈനാൻഷ്യൽ പ്ലാനിങ്ങിൽ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഒരുമിച്ച് ഏൺ ചെയ്യുകയും അവർ പ്രോപ്പറായിട്ട് ഫൈനാൻഷ്യൽ പ്ലാനിങ് നടത്തുകയാണെങ്കിൽ അവരെ കൊണ്ട് അവരുടെ ഒരു സന്തോഷമായിട്ടുള്ളൊരു ലൈഫ് സ്റ്റൈൽ അവർക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കില്ലേ? എങ്ങനെയാണ് താങ്കളുടെ കാഴ്ചപ്പാട്? തീർച്ചയായിട്ടും പറ്റും. ഫൈനാൻഷ്യലി പ്രശ്നങ്ങളില്ലാതെ വരുമ്പം തന്നെ ജീവിതത്തിൽ പല പ്രശ്നങ്ങളും മാറിക്കിട്ടും. ഫൈനാൻഷ്യൽ പ്രശ്നങ്ങൾ വരുമ്പോഴാണ് പല പ്രശ്നങ്ങളും സ്റ്റാർട്ട് ചെയ്യുന്നത്, അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഫൈനാൻഷ്യലി ബുദ്ധിമുട്ട് വരുമ്പോഴത്തേക്ക് ചിലർക്ക് പറയാൻ പറ്റത്തില്ല, ചിലർക്ക് തുറന്ന് പറയുന്നവരുണ്ട്, പറയാത്തവരുണ്ട്. അപ്പോൾ അത് വന്നു കഴിയും. ഫൈനാൻഷ്യൽ ഒരു വലിയ ഫാക്ടറാണ് ഒരു കുടുംബ ജീവിതത്തിൽ തന്നെ. സാറേ, അതുപോലെ പല പ്രൊഫഷണൽസ്, സാറിന് അറിയാവുന്ന പല പ്രൊഫഷണൽസ് വളരെയധികം നല്ല സാലറിയിലും നല്ല പാക്കേജിലും ഇരിക്കുന്ന ആൾക്കാർ, അവരുടെ കയ്യിലെ ബാങ്കിൻ്റെ ബാലൻസിൽ മാത്രം അവർ കോൺഫിഡൻസോടുകൂടി ഫൈനാൻഷ്യൽ പ്ലാനിങ് ചെയ്യാതെ അവരുടെ പേഴ്സണലൈസ് ചെയ്യുന്ന രീതിയിൽ ചെയ്യുന്നുണ്ട്. അവർ പോകുന്നത് ഒരു റൈറ്റ് ഫൈനാൻഷ്യൽ പ്ലാനിങ് പ്രോസസ്സായിട്ട് സാറിന് തോന്നുന്നുണ്ടോ? എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ നല്ലതല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. അവർ ശരിക്കും ഒരു എന്താ പറഞ്ഞാൽ ഒരു പെർസെൻറ്റേജ് അവർ ഫൈനാൻഷ്യൽ പ്ലാനിങ് ചെയ്യുന്നത് നല്ലതായിരിക്കും, അവർക്ക് പ്രയോജനം ചെയ്യുക. അതെ, കാരണം ജീവിതത്തിലെ നല്ലൊരു അവസരം നമുക്ക് സമ്പത്തുണ്ടാക്കാനും അല്ലെ ആ ഒരു ക്യാഷിൻ്റെ ഫ്ലോ ഉള്ള ഒരു സാഹചര്യം നമ്മുടെ പ്രൊഫഷണൽ ക്വാളിറ്റീസ് യൂട്ടിലൈസ് ചെയ്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഇതുപോലൊരു രാജ്യത്തുള്ളപ്പോൾ അത് നമ്മൾ സ്ട്രക്ചറായിട്ട് ചെയ്താൽ ഉണ്ടാകുന്ന മെച്ചം ഉപകാരപ്പെടുത്തുക. തീർച്ചയായിട്ടും സ്ട്രക്ചറായിട്ട് ചെയ്യുന്നത് അതിൻ്റെതായ പ്രയോജനമുണ്ട്. നമ്മൾ എന്താ പറഞ്ഞാൽ ഫ്രീഡിനേക്കാളും പ്രയോജനമാണ് സ്ട്രക്ചറായിട്ട് നമ്മളൊരു ഫൈനാൻഷ്യൽ പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ. സാറിൻ്റെ തുറന്നു പറച്ചിലുകളും സാറിൻ്റെ ലൈഫ് എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്നതിന് ഒരുപാട് നന്ദി. ഒരുപാട് ജീവിതങ്ങൾക്കിത് വെളിച്ചമാവുകയും ചെയ്യും. കാരണം പല ആൾക്കാരും എൻ്റെ അടുത്ത് ചോദിക്കുന്നത് ഇതിനൊരു റെഫറൻസ് ഉണ്ടോ, ഒരു കാര്യങ്ങൾ തുറന്ന് സംസാരിച്ചാൽ അത് ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ ഇതിനകത്ത് കൊടുക്കാമോ എന്നാണ്. സാറിൻ്റെ ലൈഫ് ജേണി ഇത്രയും ഓപ്പണായിട്ട് വളരെ മനോഹരമായ ചോദ്യങ്ങളുടെ ഉത്തരങ്ങളിലൂടെ തന്നതിന് ഒരുപാട് നന്ദി. താങ്ക് യു ഫോർ യുവർ സപ്പോർട്ട്. നിങ്ങളുടെ അഡ്വൈസിനും വളരെയധികം നന്ദിയുണ്ട്. ഒരു എന്താ പറയുക, ഫൈനാൻഷ്യലി ഒരു കോൺഫിഡൻസ് ആയിട്ട് ഇപ്പോൾ പോകാൻ സാധിക്കുന്നുണ്ട്. താങ്ക് യു.